ഹായ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസ് ആക്ഷനെ കുറിച്ചാണ്. അതിനു മുമ്പേ ടെക്നിക്കൽ ട്രേഡിംഗ് നടക്കുന്നത് 3 തരത്തിലാണ്. ഒന്ന് പ്രൈസ് ആക്ഷൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട്, മറ്റൊന്ന് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, അടുത്തൊരു തരം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത്, അതായത് പ്രൈസ് ആക്ഷനും ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും കമ്പൈൻഡ് ആയിട്ട് ഇതിനകത്ത് പല ടൈം ഫ്രെയിമുകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നവരുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്, പൊസിഷണൽ ട്രേഡിംഗ്, സ്വിംഗ് ട്രേഡിംഗ്, ഇൻട്രാഡേ ട്രേഡിംഗ്, സ്കാൽപ്പിംഗ്, ഇതൊക്കെയാണ് അതിനകത്തുള്ള വ്യത്യസ്ത ഇൻവെസ്റ്റ്മെന്റ് രീതികൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അടിസ്ഥാനപരമായിട്ട് പ്രൈസ് ആക്ഷൻ എന്താണ്, അതിന്റെ കാതലായ വശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിനു മുൻപേ നമുക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെങ്കിൽ നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് വെച്ച് മാത്രമേ നമുക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സമയം റീൽസ്, ന്യൂസ്, പൊളിറ്റിക്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കാനാണ് നമ്മൾ സമയം കൂടുതൽ കണ്ടെത്തുന്നതെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നോളജ് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ആ അറിവ് കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കൃത്യമായിട്ട് സമയം കണ്ടെത്തണം. അപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു പുതിയ കാര്യം പഠിക്കുകയാണ്, പുതിയൊരു വാക്ക് അല്ലെങ്കിൽ ഒരു പുതിയൊരു ഭാഷ അല്ലെങ്കിൽ പുതിയൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ പുതിയൊരു സ്കില്ല്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ ബ്രെയിനിൽ പുതിയ ന്യൂറൽ കണക്ഷൻസ് സൃഷ്ടിക്കും. അതായത് പുതിയ ന്യൂറൽ പാത്ത്, അതായത് നമ്മളെ ന്യൂറൽ നെറ്റ്വർക്കിനകത്ത് പുതിയ കണക്ഷൻസ് സൃഷ്ടിക്കും. ഇതിനെയാണ് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ സമയം കണ്ടെത്തുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. പ്രൈസ് ആക്ഷൻ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലെ പ്രൈസിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ചലനങ്ങൾ വെച്ചുകൊണ്ട് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് പ്രൈസ് ആക്ഷൻ തിയറി. ഇതിനകത്ത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ചാർട്ട് പാറ്റേൺസ്, ട്രെൻഡ്സ്, മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്, കാൻഡിൽ പാറ്റേൺസ്, വോളിയം, ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇതിൽ പൂർണ്ണമായിട്ടും ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതാണ് പ്രൈസ് ആക്ഷൻ തിയറി. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള പ്രൈസ് ആക്ഷനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എന്താണ്, റിയാലിറ്റി എന്താണ് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ് പ്രൈസ് ആക്ഷന് ഒരു തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ധാരണ. അത് തീർച്ചയായും തെറ്റായ ധാരണയാണ്. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻസ്, ചാർട്ട് പാറ്റേൺസ്, കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ്, അതർ പ്രൈസ് ആക്ഷൻ ടൂൾസ്, ഇത്തരത്തിലുള്ള ടൂൾസുകൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അടുത്തൊരു തെറ്റിദ്ധാരണയാണ് പ്രൈസ് ആക്ഷൻ പാറ്റേൺസ് എപ്പോഴും ശരിയായിരിക്കും. അത് തീർച്ചയായിട്ടും തെറ്റാണ്. 100% ശരിയായിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയും ലോകത്ത് നിലവിലില്ല. റിസ്ക് മാനേജ്മെന്റ് ആണ് കീ. ഇപ്പോൾ ട്രേഡിംഗിൽ എങ്ങനെയാണ് പ്രോഫിറ്റബിൾ ആവുന്നത് എന്നതിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കാണാം. അപ്പോൾ അത് മനസ്സിലാവും. അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇത് വളരെ എളുപ്പമാണ്, ഇതിനധികം പ്രാക്ടീസ് ഒന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് തെറ്റായ ധാരണയാണ്. ഇതിന് കുറച്ച് സ്ക്രീൻ ടൈമും അണ്ടർസ്റ്റാൻഡിങ്ങും പ്രാക്ടീസും വേണം. അങ്ങനെ കുറച്ച് ദിവസം നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് സ്കില്ല് ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ആക്ഷൻ തിയറി പഠിക്കുന്നത് കൊണ്ടുള്ള പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ട്രെൻഡുകൾ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും. അപ് ട്രെൻഡ് ആണോ, ഡൗൺ ട്രെൻഡ് ആണോ, സൈഡ് വേസ് ആണോ, ഇങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 2, സപ്പോർട്ട്, റെസിസ്റ്റൻസ് ലെവലുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3, ചാർട്ട് പാറ്റേൺസും കാൻഡിൽ സ്റ്റിക് പാറ്റേൺസും നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. 4, മാർക്കറ്റ് സൈക്കോളജി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 5, ട്രേഡിംഗ് എൻട്രി എക്സിറ്റ് സ്ട്രാറ്റജികൾ നമുക്ക് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൈസ് ആക്ഷൻ തിയറി പഠിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്. പ്രൈസ് ആക്ഷൻ തിയറി ഒരാൾ ഒറ്റയ്ക്ക് കണ്ടെത്തിയ തിയറിയല്ല. കാലങ്ങളായിട്ട് മാറ്റങ്ങൾ സംഭവിക്കുകയും പുതിയ അഡാപ്ഷനുകൾ ഉണ്ടാവുകയും നിരന്തരമായിട്ട് ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സ് അവരുടെ ഇൻസൈറ്റ്സും അവരുടെ ഒബ്സർവേഷൻസും
അങ്ങനെയുള്ള ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് പ്രൈസ് ആക്ഷൻ തിയറി. ഇതിൽ പ്രധാനമായും 8 പില്ലേഴ്സ് ആണ് ഉള്ളത്. അവ ഓരോന്നും എന്താണ്, അതിലുള്ള കണ്ടെത്തലുകൾ എന്താണ് എന്ന് ആദ്യം നമുക്ക് നോക്കാം. ആ 8 പില്ലേഴ്സ് ആണ്: 1 ചാർട്ട്, 2 കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ്, 3 സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ്, 4 ട്രെൻഡ് ലൈൻസ് ആൻഡ് ചാനൽസ്, 5 ചാർട്ട് പാറ്റേൺസ്, 6 മാർക്കറ്റ് സ്ട്രക്ചർ, 7 വോളിയം അനാലിസിസ്, 8 കോണ്ടെക്സ്റ്റ് ആൻഡ് കൺഫ്ലുവൻസ്. നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ പില്ലറാണ് ചാർട്ട്. ചാർട്ട് നമുക്ക് പ്രൈസിന്റെ ചലനം സ്പെസിഫിക് ടൈം പീരീഡിൽ വിഷ്വലി നമുക്ക് കാണിച്ചു തരും. ചാർട്ട് കണ്ടെത്തിയത്, അതായത് കാൻഡിൽ സ്റ്റിക് ചാർട്ട് കണ്ടെത്തിയത് ജാപ്പനീസുകാരാണ്. അതേപോലെ ബാർ ചാർട്ട് കണ്ടെത്തിയത് വെസ്റ്റേൺ വേൾഡ് അങ്ങോട്ടുള്ളവരാണ് ബാർ ചാർട്ട് കണ്ടെത്തിയത്. വേറെയും പലതരം ചാർട്ടുകളുണ്ട്, നമുക്ക് അത് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് ഞാൻ കാൻഡിൽ സ്റ്റിക് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തതുണ്ടെങ്കിൽ അത് പോയി കാണുക. അപ്പൊ ചാർട്ട് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടും. മെയിൻ ആയിട്ടുള്ള ഈ ചാർട്ടിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലൈ, ഡിമാൻഡ്, ഫണ്ടമെന്റൽസ്, ന്യൂസ്, സെന്റിമെന്റ്സ് ഇതെല്ലാം ആൾറെഡി ചാർട്ടിൽ പ്രൈസ് വഴി നമുക്ക് അറിയാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് നമുക്ക് പ്രൈസ് ആക്ഷൻ പൂർണ്ണമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതാണ് ഒരു ചാർട്ട്. അപ്പൊ നമുക്ക് ചാർട്ട്, കാൻഡിൽ സ്റ്റിക് ചാർട്ട്, വേറെ പല തരം ചാർട്ടുകൾ, നമുക്കൊന്ന് റിയൽ വേൾഡ് എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രൈസ് ആക്ഷനിൽ പ്രധാനമായിട്ടും മേജറായിട്ട് 2 തരം ചാർട്ടുകളാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് കാൻഡിൽ സ്റ്റിക് ചാർട്ട്, മറ്റൊന്ന് ബാർ ചാർട്ട്. ഇപ്പൊ ഇത് കാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് കിടക്കുന്നത്. വേറെയും ചാർട്ടുകളുണ്ട്. ചാർട്ടുകളെ കുറിച്ച് അയച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ബാർ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇത് സെയിം അതേ കാൻഡിലിന്റെ അതേ ഇതാണ്. കാൻഡിൽ കൺസ്ട്രക്ഷനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. നമുക്ക് ഇതിനകത്ത് പാറ്റേണുകൾ എല്ലാത്തിനകത്തും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മേജറായിട്ട് ഉപയോഗിക്കുന്നത് കാൻഡിൽ ചാർട്ടാണ്. പിന്നെ ഹൈ കണക്ഷൻ ചാർട്ട് ഉണ്ട്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണിത്. ഇത് പ്രൈസ് ആക്ഷൻ നന്നായിട്ട് കാണാൻ പറ്റും, പക്ഷെ വിലകൾ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഒരു വേറൊരു തരം കാൽക്കുലേഷൻ വഴിയാണ് ഈ ചാർട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് കൂടുതലും പ്രൈസ് ആക്ഷനിൽ ഉപയോഗിക്കുന്ന ബാർ ചാർട്ടുകളും കാൻഡിൽ ചാർട്ടുകളുമാണ്. അപ്പൊ നമുക്ക് കാൻഡിൽ ചാർട്ട് നോക്കാം. അപ്പൊ ഇതാണ് കാൻഡിൽ ചാർട്ട്. ബ്രോക്കർ അക്കൗണ്ട് ഇല്ലാത്തവര് തുടങ്ങുക. ഇത് അപ്സ്റ്റോക്സിന്റെ ആപ്പാണ്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് സ്റ്റഡീസ് ടൂൾസും മറ്റും എല്ലാം അവൈലബിൾ ആണ്. സ്റ്റഡി ടൂൾസും പ്രൈസ് ആക്ഷൻ ടൂൾസ്, ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനെയുള്ള എല്ലാം ഈ ബ്രോക്കർ ആപ്പുകളിൽ അവൈലബിൾ ആണ്. നമുക്ക് അതിനകത്ത് ഇവിടെ പോയി കഴിഞ്ഞാൽ ഏത് ചാർട്ട് വേണം യൂസ് ചെയ്ത് നമുക്ക് പ്രൈസിന്റെ നീക്കം മനസ്സിലാക്കാൻ സാധിക്കും. പോയിന്റ് ആൻഡ് ഫിഗർ ചാർട്ട്, റെങ്കോ ചാർട്ട്, ഹൈക്കനാക്ഷി ചാർട്ട്, പ്ലാൻ ചാർട്ട്, ഇങ്ങനെ പലതരം ചാർട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പ്രൈസ് ആക്ഷനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ബാർ ചാർട്ടും കാൻഡിൽ സ്റ്റിക് ചാർട്ടുകളുമാണ്. ബ്രോക്കർ ആപ്പർ ഇല്ലാത്തവർ തുടങ്ങുക. ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചാർട്ടുകൾ. അടുത്ത പില്ലറാണ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ്. കാൻഡിൽ സ്റ്റിക് കൺസ്ട്രക്ഷനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, പാറ്റേണുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മെയിനായിട്ട് പ്രൈസ് ആക്ഷനിൽ ഉപയോഗിക്കുന്ന 2 തരം ചാർട്ടാണ്. ഒന്ന് കാൻഡിൽ സ്റ്റിക് ചാർട്ടും മറ്റൊന്ന് ബാർ ചാർട്ടും. കാൻഡിൽ സ്റ്റിക് ചാർട്ട് മെയിനായിട്ട് ഒരു ഹൈ, ലോ, ഓപ്പൺ, ക്ലോസ് 4 വാല്യൂസ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതിനകത്ത് വിക്സ് നമുക്ക് ഇൻഡിസിഷൻ ആണോ, പ്രൈസ് റിവേഴ്സൽ ആണോ, കണ്ടിന്യൂ ചെയ്യോ, അങ്ങനെയുള്ള ഇൻസൈറ്റ്, ഉൾക്കാഴ്ച നമുക്ക് തരും. അത് മാത്രമല്ല മാർക്കറ്റ് സൈക്കോളജിയിലുള്ള ഒരു വ്യക്തമായ ധാരണയും ഫ്യൂച്ചറിലുള്ള മാർക്കറ്റിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാനും കാൻഡിൽ സ്റ്റിക് പാറ്റേൺ വഴി നമുക്ക് സാധിക്കും. ആദ്യം ഇതിന്റെ നമുക്കൊരു റിയൽ വേൾഡ് എക്സാമ്പിൾ ഈ പാറ്റേൺസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ബാക്കി വീഡിയോ വഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചാർട്ടിൽ കാണുന്ന ഈ റൗണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ കാണുന്നതാണ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ്. അതായത് സിംഗിൾ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ഉണ്ട്, 2 കാൻഡിലുകൾ ചേർന്ന പാറ്റേണുകളുണ്ട്, അതിൽ കൂടുതൽ 3 ചേർന്ന പാറ്റേണുകളുണ്ട്. അതാണ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ്. അപ്പോൾ ആ പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് എങ്ങോട്ടാണ് പ്രൈസ് നീങ്ങുന്നതെന്നുള്ള ഒരു ഇൻഡ്യൂഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഡേ ചാർട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനും കുറഞ്ഞ ടൈം ഫ്രെയിമുകളിൽ നമുക്ക് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇപ്പം നമുക്ക് ഇവിടെ നോക്കാം. ഇതിനകത്തൊരു പാറ്റേൺ ഉണ്ട്. വേണ്ട, ഒരു റെഡ് ക്യാൻഡിൽ, അതിനെ ഫുള്ളും കവർ ചെയ്തുകൊണ്ടൊരു പച്ച ക്യാൻഡിൽ. അപ്പോൾ ഇതിനെ ബുള്ളിഷ് എൻഗൾഫിംഗ് എന്നാണ് പറയുന്നത്. ഈ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത പ്രൈസ് ബുള്ളിഷ് ഡയറക്ഷനിലോട്ടാണ് നീങ്ങണമെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു സപ്പോർട്ട് ഏരിയയിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇതേപോലത്തെ പാറ്റേണുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത് കറക്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയകളിൽ ഉണ്ടാക്കുന്ന ക്യാൻഡിലുകൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ സാധിക്കും. അത് വെച്ചിട്ട് ആ ഡയറക്ഷൻ അവസാനിക്കുന്ന സ്ഥലത്ത് ഉണ്ടാക്കുന്ന പാറ്റേണുകൾ, ഒന്നിൽ കൂടുതൽ ക്യാൻഡിലുകളുള്ള പാറ്റേണുകൾ, അപ്പോൾ ആ പാറ്റേണുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ഇവിടെ കണ്ടോ, ഒരു പച്ച ക്യാൻഡിലിന് അകത്തായിട്ട് ഒരു ചെറിയ റെഡ് ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെ ബിയറിഷ് ഹറാമി എന്നാണ് പറയുന്നത്. അതായത് ഇത് ജാപ്പനീസ് വേർഡാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള പാറ്റേൺ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് പ്രൈസ് താഴോട്ടായിരിക്കും നീങ്ങുക എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇൻഡ്യൂഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫ്യൂച്ചറിൽ പ്രൈസ് എങ്ങോട്ട് നീങ്ങുമെന്ന്. അപ്പോൾ അതൊക്കെയാണ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ്. അതേപോലെ സിംഗിൾ പാറ്റേൺസ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ക്യാൻഡിൽ പാറ്റേൺസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കുമ്പോൾ നമുക്കൊരു ഹാമറിൻ്റെ രീതിയിലുള്ള പാറ്റേൺ ആണ്. അപ്പോൾ ഇതിന് ഹാമർ പാറ്റേൺ എന്നാണ് പറയുന്നത്, സിംഗിൾ ക്യാൻഡിൽ പാറ്റേൺ ആണ്. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സപ്പോർട്ട് ഏരിയയിൽ ഇതേപോലത്തെ പാറ്റേണുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന് വേറൊരു പേരും ഉണ്ട്, പിൻ ബാർ. അതായത് ബാറ് പ്രൈസിന് ഏറ്റവും താഴെ നന്നായിട്ട് ഒരു വിക്ക് തീർത്ത് കഴിഞ്ഞാൽ അതിനെ പിൻ ബാർ എന്നും പറയും. അപ്പോൾ നമുക്ക് ആ ഡയറക്ഷൻ തിരിയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള പാറ്റേണുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത കുറേ പാറ്റേണുകളുണ്ട്, പക്ഷേ സ്ഥിരമായിട്ട് മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന കുറച്ച് പാറ്റേണുകളാണ്. അതിനെക്കുറിച്ച് ഞാൻ അങ്ങോട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പാറ്റേണുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ ഇത് വെച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഇത് ഇവിടെ ഞാൻ ഈ റൗണ്ട് മാർക്ക് ചെയ്തിട്ടുള്ളതെല്ലാം പാറ്റേണുകളാണ്. ഈ പാറ്റേണുകളെല്ലാം നമുക്ക് ആദ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടായിട്ട് തോന്നും, പക്ഷേ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ കുറച്ച് അറ്റൻഷൻ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ പാറ്റേണുകൾ തിരിച്ചു മറിച്ച് നമ്മൾ കുറേ പ്രാവശ്യം ചാർട്ട് വരയ്ക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇത് എങ്ങനെയൊക്കെയാണ് പ്രൈസ് നീങ്ങുന്നത്, അടുത്ത ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ടും കിട്ടും. അപ്പോൾ ഇതൊരു പ്രൈസ് ആക്ഷൻ്റെ ബേസിക് ആയിട്ടുള്ള കോറായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ബാക്കി നമുക്ക് എങ്ങനെയാണ് ഈ ചാർട്ട് റീഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുന്നത്, ഇതിനകത്ത് എന്തൊക്കെയാണ് മനസ്സിലാക്കാനുള്ളതെന്ന് അങ്ങോട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കണ്ടോ, ഇതൊക്കെയാണ് പാറ്റേൺസ്. നമുക്ക് അങ്ങോട്ട് ഉണ്ട്, ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ കുറച്ച് ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലാവും. സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ മാത്രമുള്ള കാര്യങ്ങളെ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഇതാണ് പാറ്റേണുകൾ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത പില്ലറാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ്. ഇത് ഒരാൾ ഒറ്റയ്ക്ക് കണ്ടെത്തിയതല്ല സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ. ഒത്തിരി പേരുടെ ഒബ്സർവേഷനും കണ്ടെത്തലുകളുമാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ്. അതായത് മാർക്കറ്റ് മുൻപ് ചില സ്ഥലങ്ങളിൽ കുറച്ച് സമയം താൽക്കാലികമായിട്ട് നിന്ന സ്ഥലങ്ങളും പ്രൈസ് റിവേഴ്സ് ആയ സ്ഥലങ്ങളും, അതായത് സപ്ലൈ ഡിമാൻഡ് ഷിഫ്റ്റ് ആയ സ്ഥലങ്ങളും, വീണ്ടും മാർക്കറ്റ് അതേ സ്ഥലങ്ങളിൽ വീണ്ടും റിവേഴ്സ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. അപ്പം അത്തരം സ്ഥലങ്ങളെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ, ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ, നമുക്ക് കുറെ ചാർട്ട് എടുത്തിട്ട് അതിനകത്ത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് എങ്ങനെയാണ് ആക്ട് ചെയ്യണമെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈനുകൾ, ഇത് നിഫ്റ്റി 50 ഇൻഡെക്സിന്റെ ചാർട്ടാണിത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈനുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് പ്രൈസ് മുന്നേ കുറച്ച് സമയം നിന്ന സ്ഥലങ്ങളും പ്രൈസ് റിവേഴ്സ് ആയ സ്ഥലങ്ങളും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ഹരിസണ്ടൽ ആയിട്ട് വരയ്ക്കുന്ന ലൈനുകളാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈനുകൾ. ഒരിക്കൽ റെസിസ്റ്റൻസ് എടുത്ത സ്ഥലങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും സപ്പോർട്ട് ആക്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് പെട്ടെന്ന് ചാർട്ടുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവാത്ത രീതിയിലായിരിക്കും പെട്ടെന്ന് നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല, പ്രൈസ് കൃത്യമായിട്ടുള്ള ഒരു പാറ്റേണിക് ഫോമിലാണ് പ്രൈസ് നീങ്ങുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് ട്രെൻഡ് ലൈൻസ്. നമുക്ക് ഈ ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വരയ്ക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ഉണ്ട്, Alt+T ആണ് ട്രെൻഡ് ലൈനിന്റെ ഷോർട്ട് കീ. അപ്പൊ ഇതിനകത്ത് നമുക്ക് കണ്ട ഈ ഒരിക്കൽ പ്രൈസ് തട്ടിയ സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ കണ്ടോ വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ അത് കണ്ട പ്രൈസ് ഇവിടെ ഒരിക്കൽ ഹാൾട്ട് ചെയ്ത സ്ഥലമാണ്, വീണ്ടും ഈ സ്ഥലത്ത് തൊട്ടടുത്ത് പ്രൈസ് എത്തിയിട്ടുണ്ട്, വീണ്ടും അതിനെ ബ്രേക്ക് ചെയ്തപ്പോൾ കണ്ട അതൊരു റെസിസ്റ്റൻസ് ഏരിയ, അതായത് ഒരു അപ്പ് ഡൗൺ, അതായത് മുകൾ ഭാഗത്ത് തട്ടുന്ന ഒരു സ്ഥലം, അതേപോലെ താഴ്ഭാഗം തട്ടുന്ന ഒരു സ്ഥലം, അതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രൈസ് ഇവിടെ എല്ലാം കണ്ട ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഈ ഇവിടെ നേരത്തെ റെസിസ്റ്റൻസ് ലെവലായിരുന്നു, അതിവിടെ സപ്പോർട്ടായിട്ട് പിന്നീട് ആക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ താഴെ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലോർ ഏരിയ എവിടെയാണെന്ന് മനസ്സിലാവും. ഇപ്പോൾ പ്രൈസ് ഇവിടെ ഒന്ന് ഹാൾട്ട് ചെയ്ത സ്ഥലമാണ് കണ്ടോ, അത് വീണ്ടും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് കൊടുക്കണ്ട. അപ്പോൾ ഈ റെലവൻ്റ് ആയിട്ടുള്ള ഒന്നിൽ കൂടുതൽ പ്രാവശ്യം, രണ്ടിൽ കൂടുതലാണെങ്കിൽ ഹൈ റെലവൻ്റ് ആണ്. അപ്പം അതിനെയാണ് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലൈൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സപ്പോർട്ടായിട്ട് ഇവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിത് ഇവിടെ ഇത്ര എടുത്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലായി. അപ്പോൾ ഈ ലെവലുകൾ വീണ്ടും മാർക്കറ്റ് മെമ്മറൈസ് ചെയ്ത് അത് വീണ്ടും ആ സ്ഥലങ്ങളിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുക്കാനുള്ള പോസിബിലിറ്റി ഹൈ പ്രോബബിലിറ്റി ആണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് ഇവിടെ നോക്കി, നമുക്ക് ഇവിടെ സപ്പോർട്ടായിട്ട് എടുത്ത സ്ഥലമാണ്. ഇനി മാർക്കറ്റ് എപ്പോഴെങ്കിലും മുകളിലോട്ട് മൂവ് ആവുകയാണെങ്കിൽ ഈ ഭാഗങ്ങളിൽ വീണ്ടും അത് വീണ്ടും ആ ഭാഗങ്ങളിൽ സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ ഈ സ്ഥലം കണ്ട അവിടെ പ്രൈസ് ഒന്ന് ഹാൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ
അതേപോലെ ഈ സ്ഥലം. അപ്പോൾ നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് എവിടെയൊക്കെ ഹാൾട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, പ്രൈസ് ആക്ഷൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഓപ്ഷനിൽ പൊസിഷൻ എടുക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇൻഡ്യൂഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഫ്യൂച്ചറിലെ പ്രൈസ് എവിടെ എത്താനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ്. അക്കൗണ്ട് ഉള്ളവർ ചാർട്ട് എടുത്ത് റീഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈൻ. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് വരയ്ക്കാം. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പ്രൈസ് അവിടെ ഹാൾട്ട് ചെയ്തിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു സപ്പോർട്ട് ലൈൻ വരയ്ക്കാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ പ്രൈസ് നേരത്തെ ഹാൾട്ട് ചെയ്താണ്, റിവേഴ്സ് എടുത്ത സ്ഥലങ്ങളാണ്. ഇവിടെ നമുക്ക് ക്യാൻഡിൽ പാറ്റേൺസ് അറിയാമെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ പൊസിഷൻസ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ എല്ലാം പാറ്റേണുകളുണ്ട്. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചാർട്ട് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. നമുക്ക് ഒരുപാട് പാറ്റേണുകൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവുകൾ നമുക്കുണ്ട്. നമ്മൾ ഒരുപാട് മുഖങ്ങൾ തിരിച്ചറിയണം. 10,000 ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവുകളുണ്ട്. അത്തരത്തിലുള്ള കഴിവുകളാണ് നമ്മൾ ഇതിനകത്ത് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യണം, എങ്കിലേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ക്യാൻഡിൽ പാറ്റേണുകളും സപ്പോർട്ട് റെസിസ്റ്റൻസുകളും ചാർട്ട് പാറ്റേണുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കുറച്ച് സമയം നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇതാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈൻ. റിലവൻ്റ് ആയിട്ടുള്ള ഹൈകൾ ചേർത്ത് വരയ്ക്കുന്ന സ്ഥലങ്ങളാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈൻ. അതായത് ഹൈ ഉണ്ടാക്കിയ സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടി യോജിച്ച് ഹരിസോണ്ടലായിട്ട് വരയ്ക്കും. അവിടെ നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈനുകൾ കിട്ടും. അപ്പോൾ ഇതാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈൻ. അടുത്ത പില്ലറാണ് ട്രെൻഡ് ലൈൻസ് ആൻഡ് ചാനൽസ്. ഇതും കളക്റ്റീവ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണ് പ്രൈസിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി. കോർ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡുകൾ മനസ്സിലാക്കാം. അതായത് അപ് ട്രെൻഡ് ആണോ, ഡൗൺ ട്രെൻഡ് ആണോ, സൈഡ് വേസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പ്രൈസ് ചാർട്ടിലെ ഹൈസ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നത്, ഹൈസും ലോസും കൂട്ടി യോജിപ്പിക്കുന്നതാണ് ട്രെൻഡ് ലൈൻസ്. മറ്റൊരു കാര്യം, നമുക്ക് ഒരു ട്രെൻഡിന്റെ അതിരുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് സപ്ലൈ സോണും ഡിമാൻഡ് സോണുകളും നമുക്ക് ഈ ലൈനുകൾ കൂട്ടി യോജിപ്പിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് റിയൽ വേൾഡ് എക്സാമ്പിൾ നോക്കാം. ഇത് നിഫ്റ്റി 50 ഇൻഡെക്സിന്റെ ചാർട്ടാണ്. ഇപ്പോൾ കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ? കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നും. ഈ ലൈനിൽ ഓരോ പീക്കും അതേപോലെ ഓരോ ലോയും ചേർത്ത് വരയ്ക്കുന്ന വരകളാണ് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. അതായത് ഓരോ ലോവർ ഹൈ, അതായത് ഈ താഴോട്ടുള്ള ട്രെൻഡ് ലൈനിൽ മുകളിൽ ഉള്ള പീക്കാണ് ലോവർ ഹൈസ്. ഒരു ട്രെൻഡിങ് ഫേസിൽ അപ് ട്രെൻഡ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് ഫേസിൽ ലോവർ ലോ, പുതിയ ലോവർ ലോ ഉണ്ടാക്കിക്കൊണ്ട് പ്രൈസ് നീങ്ങും. അപ്പോൾ അതിൽ ലോവർ ഹൈകളെ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്നതാണ് ഒരു ട്രെൻഡ് ലൈൻ. അതിലെ ലോവർ ലോകളെ തമ്മിൽ കൂടെ ചേർത്ത് വരച്ചാൽ ട്രെൻഡിങ് ചാനലായി. അതായത് ഡിസെൻഡിങ് ചാനൽ ഒരു ട്രെൻഡിങ് ഫേസിൽ. അപ്പോൾ നമ്മളിത് ചേർത്ത് വരയ്ക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു ട്രെൻഡിങ് ചാനൽ രൂപപ്പെട്ടു. അപ്പം ഇതിൽ നമുക്ക് സപ്ലൈ ഡിമാൻഡ് സോണുകൾ, ആ ചാനലിലുള്ള അതിർത്തികൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എക്സിറ്റ് പോയിന്റ് എവിടം വരെ എത്താം എന്നുള്ള ഇൻഡ്യൂഷൻ നമുക്ക് ആ ചാനൽ വരയ്ക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ലോവർ ഹൈസ് തമ്മിൽ ചേർത്ത് വരയ്ക്കുന്നതാണ് ട്രെൻഡ് ലൈൻ. അതായത് ഒരു ഡൗൺ ട്രെൻഡിൽ. ഇതിൻ്റെ അപ് ട്രെൻഡ് ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്, കാണിച്ചു തരാം. അപ്പോൾ ഇതിലെ ഡിമാൻഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ലോകൾ തമ്മിൽ ചേർത്ത് വരച്ച് കിട്ടുന്ന ആ ലൈനിൽ കാണുന്നതാണ് ഡിമാൻഡ് ലൈൻ. അത് ഡിമാൻഡ് ലൈനാണ്. അപ്പോൾ പ്രൈസ് അടുത്ത് ഒരു പോയിന്റ് വീണ്ടും ലോവർ ലോയിൽ നിന്ന് ഷിഫ്റ്റ് ആവാൻ സാധ്യത ഉണ്ട്. അവിടെ നമുക്ക് ക്യാൻഡിൽ പാറ്റേൺസ് മനസ്സിലാക്കി. അപ്പോൾ അവിടെ നിന്നൊരു നമ്മൾ എൻട്രി പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യതകൾ എവിടം വരെ പോകാം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ലോവർ ഹൈസ് തമ്മിൽ ചേർത്ത് വരയ്ക്കുന്നതാണ് സപ്ലൈ ലൈൻ. അപ്പോൾ ഈ ട്രെൻഡിങ് ലൈൻ, അതായത് ട്രെൻഡ് ലൈനിനെ ക്രോസ് ചെയ്ത് പൊക്കി കഴിഞ്ഞാൽ ആ ട്രെൻഡിങ് ഫേസ് മാറി ഷിഫ്റ്റായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമുക്ക് ബാക്കി പ്രൈസ് ആക്ഷൻ്റെ അങ്ങോട്ടുള്ള പില്ലറുകൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും എപ്പോഴാണ് ട്രെൻഡ് അവസാനിക്കുന്നത്. അതിന് കുറേ കൺഫർമേഷൻ ടൂൾസ് പ്രൈസ് ആക്ഷനകത്തുണ്ട്. അതുപോലെ ഇവിടെ ഒരു പാരലായിട്ടുള്ള ഒരു ചെറിയ ട്രെൻഡിങ് ചാനൽ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ, അതായത് പഴയ ട്രെൻഡിങ് ചാനൽ അവസാനിക്കുന്ന സ്ഥലത്ത് മുമ്പ് പ്രൈസ് എത്തിയ ഒരു പ്രൈസ് പോയിന്റ് ആണ്. ഒരു സപ്പോർട്ട് ലൈൻ ഇവിടെ ഉണ്ട്. അവിടെ എത്തിയപ്പോഴത്തേക്കും ആ ട്രെൻഡ് ഷിഫ്റ്റ് ഉള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ആ ട്രെൻഡ് ലൈനിനെ മാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രെൻഡിങ് ഫേസ് അവസാനിക്കാനുള്ള സാധ്യതകൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. നേരെ മറിച്ച് ഒരു അപ് ട്രെൻഡിലാണെങ്കിൽ ഹയർ ലോസ് ഹയർ ഹൈയും, അതായത്
കണ്ടോ ഈ ലൈൻ കണ്ടോ, ഇതാണ് ട്രെൻഡ് ലൈൻ, അതായത് ഹയർ ലോസ് തമ്മിൽ ചേർത്ത് വരയ്ക്കും. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ, അതായത് ഇതിനെ മുറിച്ച് പ്രൈസ് താഴോട്ട് നീങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ട്രെൻഡിങ് ഫേസ് അവസാനിച്ചു വന്നു. ഇവിടെ ഈ ലൈന് അതുപോലെ ഇതിൻ്റെ ഹയർ ഹൈസ് ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ അവിടെ ട്രെൻഡിങ് ചാനലായി. അപ്പം നമുക്ക് ഈ ട്രെൻഡ് ഏതുവരെ നീങ്ങും എന്നുള്ള ഇൻഡ്യൂഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ട്രെൻഡ് എവിടെ തുടങ്ങി, എവിടെ ആ ട്രെൻഡിങ് ചാനലിനെ മുറിച്ച് കടക്കുമ്പോൾ ആ ട്രെൻഡിങ് ഫേസ് മാറി ഇനി ഒരു സൈഡ് വേസിലോട്ടോ മറ്റു ട്രെൻഡിങ് ഫേസിലോട്ടോ നീങ്ങുമെന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. കണ്ടോ ഇവിടെ ഇതിനകത്ത് മുകളിൽ ഏറ്റവും മുകളിൽ രണ്ട് ട്രെൻഡും, ഒരു ട്രെൻഡ് അപ് ട്രെൻഡ് മുകളിൽ പോയി അവസാനിച്ചിട്ട് ഒരു ഹൈ പീക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് ഓവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രൈസ് ചാനൽ അവിടെ നിന്ന് നേരെ ഷിഫ്റ്റായി ഹയർ ലോസ് ഭേദിച്ച് സപ്പോർട്ട് ലൈനുകൾ മുറിച്ച് ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ രൂപപ്പെട്ടിട്ടുണ്ട്. കണ്ടാ മുകളിൽ കണ്ടാൽ മനസ്സിലാവും, ഒരു പീക്കും രണ്ട് സൈഡിൽ ഒരേ ഹൈറ്റുള്ള രണ്ട് ചെറിയ പീക്കുകളും. അപ്പോൾ ഹെഡ് ആൻഡ് ഷോൾഡറായി, അതൊരു പാറ്റേൺ ആണ്. അപ്പ് സൈഡ് ഹെഡ് ആൻഡ് ഷോൾഡർ. ഇനി ഇതിൻ്റെ നേരെ ഡൗൺ സൈഡ് ഹെഡ് ആൻഡ് ഷോൾഡറുകളും പല ടൈപ്പ് പാറ്റേണുകളും ഉണ്ട്. അപ്പം നമുക്കത് അങ്ങോട്ട് നോക്കാം. അപ്പോൾ അതാണ് ഒരു ട്രെൻഡ് ലൈൻസ് ആൻഡ് ചാനൽസ്. ഇപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത പില്ലറാണ് ചാർട്ട് പാറ്റേൺസ്. ഇതും കളക്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. പക്ഷേ ലെജൻഡറി ട്രേഡേഴ്സ് ആയ ജെസ്സി ലിവർമോർ, WD ഗാൻ, ചാൾസ് ഡൗ, എലിയട്ട് ഇവർ മാത്രമല്ല മൾട്ടിപ്പിൾ അനലിസ്റ്റുകളും ചാർട്ടിനകത്ത് ജിയോമെട്രിക്കൽ പാറ്റേൺസ് കണ്ടെത്തി. അതായത് ഹെഡ് ആൻഡ് ഷോൾഡർ, ഫ്ലാഗ്, പെന്നറ്റ്, സിമ്മട്രിക്കൽ ട്രയാങ്കിൾ, ഡബിൾ ബോട്ടം, ഡബിൾ ടോപ്പ്, ഇത്തരത്തിലുള്ള പാറ്റേണുകൾ. അതിനകത്ത് നിന്ന് ചാൾസ് ഡൗ മാർക്കറ്റ് തിയറി ഡെവലപ്പ് ചെയ്തു. അതായത് മാർക്കറ്റിന്റെ സ്ട്രക്ചറും കോണ്ടാക്സ്റ്റും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് തിയറി ഡെവലപ്പ് ചെയ്തു. കോർ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറ്റേണുകൾ വെച്ച് ഹ്യൂമൻ സൈക്കോളജി, കളക്റ്റീവായിട്ടുള്ള ഹ്യൂമൻ സൈക്കോളജി മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു കൂട്ടം ആൾക്കാർ ഡിസിഷൻ എടുക്കുന്നത് അവരുടെ വികാരങ്ങൾ കൊണ്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്. അതായത് ഫിയർ, ഗ്രീഡ്, ഇൻഡിസിഷൻ, ഇത്തരമുള്ള സാഹചര്യങ്ങളിൽ അവർ ഡിസിഷൻ എടുക്കുമ്പോൾ അത് പാറ്റേണുകളായിട്ട് ചാർട്ടിൽ റിഫ്ലക്ട് ചെയ്യും. അത്തരത്തിലുള്ള പാറ്റേണുകൾ വെച്ച് നമുക്ക് ഫ്യൂച്ചറിന്റെ പ്രൈസിന്റെ ദിശയും സമയവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് എങ്ങനെയാണ് നമുക്ക് ഈ പാറ്റേണുകൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഒന്ന് രണ്ട് വീഡിയോ ക്ലാസ്സുകൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. കുറേ പാറ്റേണുകളുണ്ട്. അതിനകത്ത് നമുക്ക് ഇപ്പോൾ ഒന്ന് രണ്ട് ചാർട്ട് എടുത്തിട്ട് അതിനകത്തുള്ള പാറ്റേൺസുകൾ നമുക്ക് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചാർട്ടാണ്, SBI യുടെ ചാർട്ട്. ഈ ചാർട്ട് കണ്ടിട്ട് ഇപ്പോൾ ഇതിനകത്ത് പാറ്റേൺസ് ഒന്നും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. കുഴപ്പമില്ല, ഞാൻ കാണിച്ചത് എങ്ങനെയാണ് ഇതിനകത്ത് ചാർട്ട് പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്നും. ഇതിനകത്ത് ഇവിടെ ഇപ്പോൾ പാറ്റേൺ ഉണ്ട്, കൺവെർജിങ് ട്രയാങ്കിൾ. കണ്ടോ കൺവെർജിങ് ട്രയാങ്കിൾ. അപ്പോൾ ഇതാണ് കൺവെർജിങ് ട്രയാങ്കിൾ. ഒരു കൂട്ടം ആൾക്കാർ അല്ലെ കളക്റ്റീവായിട്ട് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്തോ എക്സ്റ്റേണൽ ഫാക്ടർ കൊണ്ട് അവരിവിടെ ഡിസിഷൻസ് എടുത്തിരിക്കുകയാണ്. ന്യൂസോ പുറത്തുള്ള എന്തോ കാരണങ്ങൾ കൊണ്ട് ഇതൊരു കൺസൾട്ടേഷൻ പാറ്റേൺ ആണ് കൺവെർജിങ് ട്രയാങ്കിൾ. എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫാക്ടറിനനുസരിച്ച് ഡിസിഷൻ എടുത്തപ്പോൾ അത് ഇവിടെ പാറ്റേൺ ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്കിത് ഒരു കൺവെർജിങ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ്. 6 മാസം ചിലപ്പോൾ 1 വർഷം വരെ നീണ്ടു നിൽക്കുന്ന പാറ്റേണുകളുണ്ട്. കണ്ടോ ഇവിടെ വേറൊരു പാറ്റേൺ ഉണ്ട്, ബുള്ളിഷ് ഫ്ലാഗ്. ഫ്ലാഗ് എന്ന് പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ കണ്ടോ ഒരു കൊടിയുടെ സിമ്പൽ പോലെയാണ് ആ ഫ്ലാഗ് ആണ്. ഇത് അപ് ട്രെൻഡിലാണ് കൂടുതലും, അപ് ട്രെൻഡിലാണ് ബുള്ളിഷ് ഫ്ലാഗ് സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് കണ്ടോ ഇവിടെ ഫ്ലാഗിന് തൊട്ട് മുകളിലായിട്ട്. അപ്പോൾ ഫ്ലാഗ് അത് റെസിസ്റ്റൻസ് ലൈൻസ് ബ്രേക്ക് ചെയ്യാനുണ്ടെന്ന് നമുക്ക് ഓൾറെഡി ഒരു ഇൻഡ്യൂഷൻ നമുക്ക് കിട്ടും. ബുള്ളിഷ് ഒരു ഫ്ലാഗ് ഇങ്ങനെ ആയിരിക്കും, ബുള്ളിഷ് ഫ്ലാഗ്. കണ്ട ഒരു കൊടിയുടെ സിമ്പൽ പോലെയല്ലേ ബുള്ളിഷ് ഫ്ലാഗ്. ഇവിടെ സപ്പോർട്ട് ലൈൻ, ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ,
ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഇപ്പോൾ ട്രെൻഡ് ലൈൻ, ഇപ്പോൾ അത് ബുള്ളിഷ് ഫ്ലാഗ് അപ് ട്രെൻഡിലാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. അതേപോലെ നമുക്ക് ഇവിടെ ഈ സൈഡിലൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഇവിടെ സപ്പോർട്ട് ലൈൻ, ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ പ്രൈസ് എങ്ങോട്ട് പോകുമെന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒരു ഐഡിയ നിങ്ങൾക്കുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ വിഷ്വലി നിങ്ങൾക്ക് ഇപ്പോൾ ഈ പാറ്റേൺസും ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈനുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രൈസിൻ്റെ ഒരു നീക്കം നിങ്ങൾക്ക് തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ടായിരിക്കും. ഇതിനകത്ത്, അതായത് നമ്മൾ കണ്ട കൺസൾട്ടേഷൻ പാറ്റേൺ, അതിനകത്തും പാറ്റേണുകളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്, കാണിച്ചു തരാം. റൈസിംഗ് വെഡ്ജ് കോൺട്രാക്റ്റിംഗ് കണ്ട, ഇതിനകത്തൊരു പാറ്റേൺ ഉണ്ട്, റൈസിംഗ് വെഡ്ജ് കോൺട്രാക്റ്റിംഗ്. റൈസിംഗ് വെഡ്ജ്, ഇതിനകത്തും ഒരു പാറ്റേൺ ഉണ്ട്, റൈസിംഗ് വെഡ്ജ് കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ഇതേപോലെ ചാർട്ട് നന്നായിട്ട് റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാം പാറ്റേണുകളുണ്ട്. പ്രൈസ് ആക്ഷൻ അടുത്ത് ഫണ്ടമെൻ്റൽ പാറ്റേൺസ് ഉണ്ട്, ചെറിയ ചെറിയ പാറ്റേണുകൾ. ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്, ഡബിൾ ബോട്ടം. ഒരു കൺസൾട്ടേഷൻ ഫേസ് അവസാനിക്കുമ്പോഴാണ് കൂടുതലും ഇത്തരത്തിലുള്ള പാറ്റേണുകൾ കാണിക്കുന്നത്. കണ്ടോ, ഇവിടെ ഇതിനെ നെക്ക് ലൈൻ എന്ന് പറയും, ഈ ലൈനിനെ. ഡബിൾ ബോട്ടം, ഒരേ പ്രൈസ് സപ്പോർട്ട് ഏരിയയിൽ 2 പ്രാവശ്യം തട്ടുന്ന ഇതാണ് ഡബിൾ ബോട്ടം. ഇപ്പോൾ ഡബിൾ ബോട്ടം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഡബിൾ ബോട്ടം. അതിൻ്റെ നെക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സപ്പോർട്ട് ലൈനാണ് നെക്ക് ലൈൻ. 3 ആഴ്ച മുതൽ അതിന് മുകളിലോട്ട് 1 മാസമോ 1.5 മാസം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന പാറ്റേൺ ഉണ്ട് വലിയ ടൈം ഫ്രെയിമുകളിൽ. ഇവിടെ സപ്പോർട്ട് ലൈൻ, ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ. ഫ്ലാഗൊക്കെ ആണെങ്കിൽ 3 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അത്രയൊക്കെയാണ് അതിൻ്റെ ഒരു ടൈം ഡ്യൂറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതേപോലത്തെ ബേസിക് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ഫണ്ടമെൻ്റൽ പാറ്റേൺസ് ഉണ്ട്. ഇനി ഈ ചാർട്ട് പാറ്റേൺസ് കുറേ ഉണ്ട്, അത് നമുക്ക് അങ്ങോട്ട് പഠിക്കാം. കൺസൾട്ടേഷൻ പാറ്റേണുകൾ, ബുള്ളിഷ് പാറ്റേൺ, ബെയറിഷ് പാറ്റേൺ. ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈനായി. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ട്രെൻഡിങ് ചാനൽ വരയ്ക്കാം. അത് ഒരു പാറ്റേൺ ആണ്, ട്രെൻഡിങ് ചാനൽ. നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്. ബുള്ളിഷ് ട്രയാങ്കിൾ. അപ്പം നമ്മൾ ആദ്യം കണ്ട ചാർട്ട് ഇപ്പം നമ്മൾ ഇപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പ്രൈസിൻ്റെ ഒരു നീക്കം ഇപ്പോഴത്തെ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം കണ്ടപ്പോൾ നമുക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പോൾ ചാർട്ട് നന്നായിട്ട് വായിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നല്ല ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ചാർട്ട് പാറ്റേൺസ്. അടുത്ത പില്ലറാണ് മാർക്കറ്റ് സ്ട്രക്ചർ. ഇതും കളക്റ്റീവായിട്ടുള്ള കണ്ടെത്തലുകളാണ്. അതായത് മാർക്കറ്റിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രൈസ് ഉണ്ടാക്കുന്ന ഹയർ ഹൈസ്, ഹയർ ലോസ്, ലോവർ ഹൈസ്, ഇത്തരത്തിലുള്ള പീക്കുകൾ വെച്ച് നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ
അതായത് പ്രൈസിന്റെ നിലവിലെ അവസ്ഥയും ഫ്യൂച്ചറിൽ അത് എങ്ങോട്ട് ഷിഫ്റ്റ് ആകും എന്നുള്ള ഒരു ഇൻഡ്യൂഷൻ നമുക്ക് ഇതിനകത്തുനിന്ന്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇൻസൈറ്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കോർ പ്രിൻസിപ്പൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സീക്വന്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഹൈസും ലോസും ഒരു സ്ട്രക്ചർ മാർക്കറ്റിനകത്ത് തീർക്കും. ആ സ്ട്രക്ചർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നിലവിൽ പ്രൈസ് എവിടെയാണ്, ഫ്യൂച്ചറിൽ അത് എങ്ങോട്ട് ഷിഫ്റ്റ് ആകും എന്നുള്ള ഇൻസൈറ്റ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. മാർക്കറ്റ് സ്ട്രക്ചർ, ഇത് SBIയുടെ ചാർട്ടാണ്. പ്രൈസ് ഉണ്ടാക്കുന്ന ഏറ്റവും ഹയസ്റ്റ് പ്രൈസാണ് ഹയർ ഹൈ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ പ്രൈസ് ഉണ്ടാക്കുന്ന ഏറ്റവും ലോവസ്റ്റ് പ്രൈസാണ് ലോവർ ലോ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് അതിൻ്റെ ഷോർട്ട് ഫോമാണ് LL എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ ഹയസ്റ്റ് ഹൈ അതിനെയാണ് HH എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയ്ക്കപ്പം നമ്മൾ കണ്ടിട്ടുള്ള ഒന്ന് ഹയർ ലോയും ലോവർ ഹൈയും. അതായത് ഒരു ലോവർ ലോ പ്രൈസ് ഉണ്ടാക്കിയ ലീസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ്, അതായത് പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ടൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെ ലോവർ ഹൈ, ആ ലോ കഴിഞ്ഞിട്ടുള്ള ഹൈ എന്നാണ് അത് മീൻ ചെയ്യുന്നത്. അതുപോലെ ഒരു ലോവർ ഹൈ കഴിഞ്ഞിട്ട് വീണ്ടും പ്രൈസ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, പക്ഷെ അത് പഴയ ലോയെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതെന്തെന്നാണ്, ഹയർ ലോ, ഒരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് താഴെ ഒരു ലോ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. വീണ്ടും ആ ലോയും ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു ലോ പുതിയൊരു ലോ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിനെ ലോവർ ലോ എന്ന് പറയും. അപ്പം ഇത് 4 മീൻ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് പുതിയൊരു ഹൈ, ഒരു സ്പെസിഫിക് ടൈമിൽ പുതിയൊരു ഹൈ നിർമ്മിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും പുതിയതായിട്ടൊരു ഹൈ, പഴയ ഹൈനെക്കാട്ടിലും മുകളിലൊരു ഹൈ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന് എന്തെന്ന് പറയും, ഹയർ ഹൈ എന്ന് പറയും. അതേപോലെ അതൊരു അപ് ട്രെൻഡിലാണ് സീക്വൻസ് ആയിട്ട് ഹയർ ഹൈ നിർമ്മിക്കുന്നത്. അതായത് പുതിയ ഹൈസ് ആണ് ഒരു അപ് ട്രെൻഡിൽ എപ്പോഴും പ്രൈസ് നിർമ്മിക്കുന്നത്. ഹയർ ലോസും, അതായത് അതിൻ്റെ ലോസ് നിർമ്മിക്കും, പക്ഷെ ലോവർ ലോ നിർമ്മിക്കില്ല. അപ്പം നമുക്കൊരു ട്രെൻഡ് കൃത്യമായിട്ട്, ട്രെൻഡിൻ്റെ സ്വഭാവം, സ്ട്രക്ചർ, നമുക്ക് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കും. ഒരു ട്രെൻഡിങ് ഫേസിൽ ഇങ്ങനെ ആയിരിക്കും പ്രൈസ് നീങ്ങുന്നത്. അപ്പോൾ ഹയർ ഹൈസ് സീക്വൻസ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഒരു അപ് ട്രെൻഡ്. അതേപോലെ ഒരു ഡൗൺ ട്രെൻഡിലാണെങ്കിൽ പുതിയ ലോവർ ലോ, പുതിയ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് ഉണ്ടാക്കിക്കൊണ്ടേ പ്രൈസ് നീങ്ങും, അത് ഒരു ഡൗൺ ട്രെൻഡിൽ. അപ്പോൾ നമുക്ക് അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും സ്ട്രക്ചർ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹയർ ഹൈസും ഹയർ ലോസും ലോവർ ലോ എന്താണ് മീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ ഉണ്ട്. ഇപ്പം ആ മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലൈൻ ഉണ്ട്, അതുപോലെ അതിന് താഴെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ രൂപപ്പെട്ടിട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാവുണ്ടാവും. ഒരു പീക്കും രണ്ട് സൈഡിലും ഒരേപോലത്തെ ചെറിയ ഹൈസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയതായിട്ട് മാർക്കറ്റ് ഷിഫ്റ്റ് ആകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പാറ്റേൺസ് ഉണ്ടാകുന്നത്. ഇതൊരു ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ ആണ്. അതായത് താഴെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയും. ഇത് മുകളിലാണ്, മാർക്കറ്റ് മുകളിൽ നിന്ന് ഷിഫ്റ്റ് ആവുന്ന സ്ഥലമാണെങ്കിൽ അതിനെ സാധാ ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയും. പക്ഷെ താഴെ ഉണ്ടാക്കണമെങ്കിൽ ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയും. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ, കോച്ച്. അതായത് മാർക്കറ്റ് ഒരു സ്ട്രക്ചറിനകത്ത് ആവുമ്പോഴത്തേക്കും ഒരു സ്വഭാവത്തിലായിരിക്കും പ്രൈസ്. ഏരിയയിൽ നിന്ന് പ്രൈസ് ഷിഫ്റ്റ് ആകുമ്പോഴത്തേക്കും പ്രൈസിന്റെ ക്യാരക്ടറാണ് ചേഞ്ച് ആവുന്നത്. അതായത് ഒരു സൈഡ് വേസ് മൂവ്മെന്റിൽ പ്രൈസ് നിന്നു, അപ്പോൾ അവിടെ ഒരു ക്യാരക്ടറാണ്, അത് അവിടെ നിന്ന് ഷിഫ്റ്റ് ആയി ഒന്നീ ഡൗൺ ട്രെൻഡിൽ അല്ലെങ്കിൽ അപ് ട്രെൻഡിലോട്ട് മാറുമ്പോൾ അവിടെ പ്രൈസിന്റെ സ്വഭാവമാണ് മാറുന്നത്. അവിടെ മാർക്ക് ചെയ്യും ചേഞ്ച് ഓഫ് ക്യാരക്ടർ. അവിടെ പ്രൈസിന്റെ സ്വഭാവം ചേഞ്ച് ആവുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ നീല കളറിൽ കണ്ട കോച്ച് എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ. അപ്പോൾ ഒരു ക്യാരക്ടർ ചേഞ്ച് ആവണം. പ്രൈസ് ഒരു ദിശയിൽ നിന്നും മറ്റൊരു രീതിയിലോട്ട്, ഒരു വോളട്ടൈൽ കണ്ടീഷൻ കണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അവിടെ നല്ല വോളട്ടൈലായിട്ടുള്ള കണ്ടീഷനാണ്, അവിടെ ഒരു പാറ്റേണും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചേഞ്ച് ആവണ ഫേസിനെ നമ്മളെന്താ ചേഞ്ച് ഓഫ് ക്യാരക്ടർ അടയാളപ്പെടുത്തും. അപ്പോൾ നമുക്ക് പ്രൈസ് ഈ ഏരിയയിൽ നിന്ന് പ്രൈസിൻ്റെ സ്വഭാവം ചേഞ്ച് ആയിട്ടുണ്ട്, അപ്പോൾ ഒരു ഡയറക്ഷനിലോട്ടുള്ള നീക്കം, അല്ലെങ്കിൽ ഇപ്പം ഉള്ള ദിശയിൽ നിന്ന് മാറി അത് വേറെ രീതിയിലോട്ടാണ് പ്രൈസ് ഇപ്പം നീങ്ങുന്നത്. പുതിയ ലോസ് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ ഹൈസ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. കണ്ടോ, ഇത് ഇവിടെ ഇത്രയും പ്രൈസ് ഒരേ ക്യാരക്ടറിലായിരുന്നു പ്രൈസ്. ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഹൈ നോക്കിക്കോ, നമുക്ക് അടുത്ത് അതായത് ഒരു പ്രൈസ് ഒരു ട്രെൻഡിങ് ഫേസിൽ നിന്ന് ഷിഫ്റ്റ് ആകുമ്പോൾ ഹൈ വോളട്ടൈൽ കണ്ടീഷൻ ആകും. അതായത് നമ്മൾ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ, ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ അല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ പീക്ക് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ വോളട്ടൈലായിട്ടുള്ള കണ്ടീഷനാണ്. ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മാർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ് പ്രൈസിൻ്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലാകും. അതായത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, അതായത് ഒരു സ്ട്രക്ചർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഹൈസോ ലോസോ പ്രൈസിനെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പം നമ്മൾ അവിടെ മാർക്ക് ചെയ്യും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അതായത് പ്രൈസ് പുതിയ ഹൈ തേടി പോവുകയാണ്, അവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് വീണ്ടും പ്രൈസ് പോവുകയാണ്, അവിടെ ഒരു ഹയർ ലോ, ഏറ്റവും പീക്ക് ഒരു ഹയർ ഹൈ അവിടെ നിർമ്മിച്ചു. അതായത് അത് വാറിന് മുമ്പുള്ള സമയമാണ്. അതിനു മുമ്പേ പീക്കായിട്ടൊരു ഹൈ പ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നോർമലി
പ്രൈസ് ഷിഫ്റ്റ് ആവണം പല സ്ഥലങ്ങളിലും ഇതേപോലത്തെ ഹൈ ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉണ്ട്, ഒരു ഹെഡ് ആൻഡ് ഷോൾഡറിന് സമാനമായിട്ടുള്ളൊരു പാറ്റേൺ ആണ് അവിടെ. അത് വാർ ഏരിയ ആണ്, ഫെബ്രുവരി സ്റ്റാർട്ടിങ് ഏരിയ. അവിടെ ഒരു സപ്പോർട്ട് ലൈൻ വരച്ച് കഴിഞ്ഞാൽ പ്രൈസ് അതിൻ്റെ മുകളിലോട്ട് പ്രൈസിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആയിട്ടുണ്ട്. ഹൈ വോളട്ടൈൽ കണ്ടീഷനാണ്. അവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും ഉണ്ട്, അത് ബ്രേക്കും ചെയ്തിട്ടുണ്ട്. അതായത് ഓവർ ഷൂട്ട് എന്ന് പറയും. നമുക്ക് അവിടെ ഒരു ട്രെൻഡിങ് ചാനൽ വരച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഹൈയസ്റ്റ് ഹൈ ആ പീക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈ ആക്സിലറേറ്റ് മൂവ്മെൻറ്റ്സ് ആണ്. അവിടെ നമുക്ക് പ്രൈസിൻ്റെ സ്വഭാവം ചേഞ്ച് ചെയ്യുന്നത് മനസ്സിലാതെ എങ്ങനെയാണ് ഹൈ ഉണ്ടാക്കുക എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും അവിടെ പ്രൈസ് ബിഹേവ് ചെയ്യണത്. അപ്പോൾ ആ കണ്ടീഷൻസ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം ചാർട്ട് കണ്ട് ഇപ്പോൾ ആ സ്ട്രക്ചറുകൾ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് തന്നെ നന്നായിട്ടുള്ള ഡിസിഷൻസ് ഇതിനകത്ത് നിന്ന് ഇപ്പോൾ എടുക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു പ്രൈസിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവണമായിരിക്കും ഈ ചാർട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ. അതായത് വിഷ്വലി നമുക്ക് ആ പ്രൈസിൻ്റെ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് കറക്റ്റ് പോയിന്റിൽ നമുക്ക് എൻട്രി എക്സിറ്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം, അവിടെ ഒരു സപ്പോർട്ട് ലൈൻ. അപ്പോൾ ആ വാർ ഏരിയ കറക്റ്റായിട്ട് ഇപ്പം നിൽക്കുന്ന പോയിന്റ് അടുത്ത് എങ്ങോട്ടാണ് എന്നുള്ള ഡിസിഷൻ നമുക്ക് ഇതിനകത്തുനിന്ന് ഈ സ്ട്രക്ചർ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഇപ്പോൾ ഡിസിഷൻ എടുക്കണോ വേണ്ടേ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഡയറക്ഷനും നീക്കവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതത്രയാണ് വാർ ഏരിയ. പ്രൈസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പല സാഹചര്യങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ചാർട്ട് എടുത്ത് റീഡ് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ നമുക്കിങ്ങനെ സ്ട്രക്ചർ റീഡ് ചെയ്ത് പോയിക്കഴിഞ്ഞാൽ ചാർട്ട് നെക്സ്റ്റ് മൂവ്മെൻറ്റ്സ് എങ്ങോട്ടായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഇവൻ്റ്, ഇതിപ്പോൾ ജിയോ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാർ എന്ന് പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഇവൻ്റാണ്. അപ്പോൾ അതനുസരിച്ച് മാർക്കറ്റിലും അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ സാഹചര്യത്തിൽ എടുക്കുന്ന ചാർട്ടിൽ റിഫ്ലക്റ്റ് ആവും. അപ്പോൾ നമുക്ക് ചാർട്ടിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പാറ്റേൺസ് ഐഡൻറ്റിഫൈ. അപ്പോൾ ആ സാഹചര്യത്തിലെടുത്തുള്ള ഡിസിഷൻസ് കൊണ്ടാണ് ആ രീതിയിൽ ആ പാറ്റേൺ ചാർട്ടിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളത്. ചാർട്ട് വെച്ച് നമുക്ക് ഫണ്ടമെൻ്റൽസും മറ്റ് ഡീറ്റെയിൽസും നമുക്ക് ചാർട്ടിനകത്തുനിന്ന് ഡിസിഷൻസ് ഈ പാറ്റേൺ വഴി നമുക്ക് മനസ്സിലായി. ഈ പാറ്റേണും ഇപ്പോൾ ട്രെൻഡിങ് ഫേസ് ആണെങ്കിൽ മാർക്കറ്റിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടറുകൾ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചാർട്ടിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് റീഡ് ചെയ്യാൻ ചാർട്ട് നമ്മൾ കറക്റ്റായിട്ട് നോക്കി റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ ഫാക്ടർ അധികം നോക്കേണ്ട ആവശ്യം വരുന്നില്ല. എക്കണോമിക് കണ്ടീഷൻസ് ആയാലും എന്തായാലും അത് ചാർട്ടിൽ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് ആക്ഷൻ ഡീപ്പായിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മാർക്കറ്റ് സ്ട്രക്ചർ. അടുത്ത പില്ലറാണ് വോളിയം അനാലിസിസ്. ഇതും കളക്റ്റീവ് ആയിട്ടുള്ള ഇൻസൈറ്റ് ആണ്. ഇപ്പോൾ നമുക്ക് പ്രൈസിന്റെ നീക്കത്തിന്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും നമുക്ക് വോളിയം അനാലിസിസ് കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വ്യാപാരം നടന്നതിന്റെ അളവാണ് വോളിയം. കോർ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒരു ദിശയിലോട്ട് ഒരു മൂവ് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ട് പ്രതീക്ഷിക്കുന്നു. ആ നീക്കത്തിനുള്ള സാധ്യത, അതിന്റെ ആ നീക്കത്തിനുള്ള ഇന്റൻസിറ്റി എത്ര ആണ് എന്ന് നമുക്ക് വോളിയം അനാലിസിസിലൂടെ കൺഫേം ചെയ്യാൻ സാധിക്കും. നമുക്ക് റിയൽ വേൾഡ് എക്സാമ്പിൾ നോക്കാം. എവിടെയാണ് വോളിയം കാണിച്ചിട്ടുള്ളത്, എന്താണ് വോളിയം, നമുക്കിത് കുറെ പഠിക്കാനുള്ള കാര്യമാണ്. ജസ്റ്റ് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എന്താണ് വോളിയം, എങ്ങനെ അത് മനസ്സിലാക്കണം, എവിടെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വോളിയം SBI ബാങ്കിന്റെ ചാർട്ടാണ്. ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ ഷെയർ അല്ലെങ്കിൽ കോൺട്രാക്ട് ബൈ ചെയ്യുന്നതിൻ്റെയും സെല്ല് ചെയ്യുന്നതിൻ്റെയും അളവാണ് വോളിയം. ഒരു ചാർട്ടിൽ വോളിയം കാണിച്ചിട്ടുള്ളത് പ്രൈസ് ചാർട്ടിന് താഴെ ബാറുകളായിട്ട് കാണിച്ചിട്ടുള്ള സ്പേസിൽ കാണുന്നതാണ് വോളിയം ഡീറ്റെയിൽസ്. ബാറുകളായിട്ട് കാണിച്ചിട്ട് പച്ചയും ചുമപ്പുമായിട്ടുള്ള ബാറുകളായിട്ട് കാണിച്ചിട്ടുള്ളതാണ് വോളിയം. എങ്ങനെയാണ് വോളിയം അനലൈസ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം പ്രൈസ് മൂവ്മെൻറ്റുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിച്ച് നോക്കിയാണ് മനസ്സിലാക്കുന്നത്. ഓരോ പ്രൈസ് മൂവ്മെൻറ്റിൻ്റെയും പിന്നിൽ എത്ര വോളിയം ഉണ്ടെന്ന് ആണ് നമ്മൾ വോളിയം അനലൈസ് ചെയ്യുന്നത്. അത് ബാറായിട്ടും കിട്ടും, വോളിയം ക്യാൻഡിലുകളുണ്ട്. അതായത് ഈ പച്ചയും ചുമപ്പും ക്യാൻഡിലുകളിൽ കുറച്ച് സൈസ് കൂടിയ, കുറച്ച് വണ്ണത്തിലുള്ള ക്യാൻഡിലുകൾ കാണിച്ചിട്ടുള്ളത് കുറച്ചധികം വോളിയം ട്രേഡ് ചെയ്തിട്ടുള്ള ദിവസത്തിലുള്ളതാണ്. ഇത് ഡേ ക്യാൻഡിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ആ ദിവസത്തിൽ വോളിയം കൂടുതലാണെങ്കിൽ ആ ദിവസത്തെ ക്യാൻഡിൽ കുറച്ച് വണ്ണമായിട്ടായിരിക്കും ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അതാണ് വോളിയം ക്യാൻഡിലുകൾ. അതില്ലെങ്കിൽ നമുക്ക് താഴെ ബാറുകളായിട്ട് കാണാം.
താഴെ ബാറിന്റെ നീളം ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല താഴ്ന്ന് ഉള്ള ബാറുകളും ഉണ്ട്, നല്ല ഹൈറ്റിൽ ഉള്ളതുമുണ്ട്. അതായത് ഹൈറ്റിൽ എത്തിയിട്ടുള്ളത് ഒത്തിരി വോളിയം, ബാക്കിയുള്ള ദിവസത്തിനെ അപേക്ഷിച്ച് വോളിയത്തിന്റെ അളവ് കൂടിയ ദിവസങ്ങളാണ് ആ ബാറുകൾ ഹൈറ്റിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് വോളിയം ഡീറ്റെയിൽസ്. അല്ലാതെ വോളിയം ഇൻഡിക്കേറ്റേഴ്സും വേറെ ടെക്നിക്കലായിട്ടും നമ്പേഴ്സായിട്ട് അറിയേണ്ട പ്രൈസ് ആക്ഷൻ ടൂളുകളും ഉണ്ട്. മെയിനായിട്ട് അനലൈസ് ചെയ്യുന്ന ഈ ബാറുകൾ വെച്ചാണ്. അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പം ഒരുപാട് ഇൻഫർമേഷൻ വോളിയം റിലേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടും. എന്തായാലും പ്രധാനമായിട്ട് പ്രൈസ് ആക്ഷനിൽ നോക്കുന്നത് ഈ ബാറുകളാണ്. അപ്പോൾ ഓരോ പ്രൈസ് മൂവ്മെന്റിന്റെയും താഴെ ഓരോ പീക്ക് തീർത്തിട്ടുണ്ട്, അതായത് വോളിയം ആവറേജ് വോളിയത്തിന് മുകളിൽ. അപ്പം നമുക്ക് ബാക്കി ചാർട്ട് പാറ്റേൺസും സപ്പോർട്ട് റെസിസ്റ്റൻസും ക്യാൻഡിൽ പാറ്റേൺസും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത നീക്കത്തിന് എത്ര ശക്തിയുണ്ട് അല്ലെങ്കിൽ എത്ര വോളിയം പിന്നിലുണ്ട്, അപ്പം ആ നീക്കത്തിനുള്ള സാധ്യതകൾ നമുക്ക് വോളിയം അനലൈസിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഓരോ പീക്കിൻ്റെയും താഴെ നമ്മൾ ഈ വോളിയം കണക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഓരോ ഹൈയിലും വോളിയം ഹൈ എത്തിയിട്ടുണ്ട്. അടുത്ത് റിവേഴ്സൽ മൂവ്മെൻറ്റിൽ പിന്നെയും വോളിയം കുറഞ്ഞിട്ടുണ്ട്. വോളിയം അനലൈസ് ചെയ്യുന്നതിന് കുറച്ച് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹൈ വോളിയം പ്ലസ് ഒരു ഡയറക്ഷനിലോട്ടുള്ള പ്രൈസിന്റെ നീക്കം പ്ലസ് ഹൈ വോളിയം, ഇത് ആ ദിശയിലോട്ടുള്ള നീക്കത്തിന് നല്ല ശക്തിയുണ്ട് എന്നാണ് നമുക്കത് കാണിച്ചു തരുന്നത്. ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റ്, അതായത് ഒരു അപ്സൈഡിലോട്ടുള്ള നീക്കം, നല്ല കൂടിയ വോളിയം, അത് നമുക്ക് കാണിച്ചു തരുന്നത് ഈ സ്റ്റോക്ക് വാങ്ങാൻ ധാരാളം പേര് മാർക്കറ്റിൽ എത്തുന്നുണ്ട്, മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഒരുപാട് എത്തുന്നുണ്ട്, അവർ ആ സ്റ്റോക്കിൽ ബുള്ളിഷ് ആണ് എന്നാണ് നമുക്കത് കാണിച്ചു തരുന്നത്. അപ്പം മുകളിലേക്കുള്ള നീക്കം ശക്തമാണ്, അത് തുടരാൻ സാധ്യത ഉണ്ട് എന്ന് നമുക്ക് വോളിയം വെച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ഒരു റേഞ്ച് പ്ലേസിനകത്ത് വോളിയം നമുക്ക് മൊത്തം കാൽക്കുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു റേഞ്ച് അവസാനിക്കാറാവുമ്പോഴത്തേക്കും വോളിയത്തിന്റെ അളവ് കുറവ്, അതായത് മാക്സിമം ഉള്ള പാർട്ടിസിപ്പൻസ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു നീക്കം നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ ഒരു താഴേക്കുള്ള നീക്കത്തിൽ ഇന്ന ഡയറക്ഷൻ, ഒരു ഡയറക്ഷനിൽ വോളിയം ഹൈ, നമ്മളിപ്പം അപ്സൈഡിലോട്ടാണ് നോക്കിയത്, അതേപോലെ താഴത്തെ സൈഡിലോട്ട് താഴെ ഡൗൺ ട്രെൻഡിൽ ഒരു ദിശയിലോട്ടുള്ള നീക്കം പ്ലസ് ഹൈ വോളിയം മീൻ ചെയ്യുന്നത് ഒരുപാട് പേര് വിൽപ്പനയ്ക്ക് വേണ്ടി മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. താഴോട്ടുള്ള നീക്കം, ശക്തമായിട്ടുള്ള താഴോട്ടുള്ള നീക്കം നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ കുറഞ്ഞ വോളിയം, ലോ വോളിയം പ്ലസ് പ്രൈസ് ഒരു ഡയറക്ഷനിലോട്ട് നീങ്ങുന്നു, ഒരു ദിശയിലോട്ട് പ്രൈസ് നീങ്ങുന്നു. അതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത് ആ നീക്കത്തിന്റെ ശക്തി കുറവാണ് എന്നാണ് നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് കുറഞ്ഞ വോളിയം മുകളിലേക്ക് പോകുന്നു, ഇതിനർത്ഥം കുറച്ചാളുകൾ മാത്രമേ അത് വാങ്ങുന്നുള്ളൂ. ഈ അപ് ട്രെൻഡ് മൂവ്മെന്റ് ശക്തമല്ല, ചിലപ്പോൾ പെട്ടെന്ന് റിവേഴ്സ് ആകാൻ സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കുള്ളത്. അപ്പം വോളിയം വെച്ച് നമുക്ക് അങ്ങനെ ഇപ്പം പ്രൈസ് ആക്ഷൻ നമുക്ക് ചാർട്ട് പാറ്റേൺസും ക്യാൻഡിൽ സ്റ്റിക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈന്, അപ്പം നമുക്ക് ആ നീക്കത്തിന് ശക്തി മനസ്സിലാക്കുന്നത് വോളിയം അനലൈസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന്റെ അവരുടെ ഡിസിഷൻസും ഇൻഡിസിഷൻസും ഫിയർ, ഗ്രീഡ്, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഡിസിഷൻ എടുക്കുന്ന അനുസരിച്ച് ചാർട്ടിൽ റിഫ്ലക്ട് ചെയ്യാൻ കാരണം ഈ വാങ്ങലും വിൽക്കലും നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് നമുക്ക് ചാർട്ടിൽ വോളിയവും പ്രൈസ് ആക്ഷൻ റീഡ് ചെയ്താൽ മനസ്സിലാക്കും. നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടർ അല്ല നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറഞ്ഞ വോളിയം, പ്രൈസ് താഴേക്ക് പോകുന്നു, ഇതിനർത്ഥം ഈ ഡൗൺ ട്രെൻഡ് മൂവ്മെന്റ് അത്ര ശക്തമല്ല എന്നാണ് നമ്മൾ അതിനകത്ത് നിന്ന് മനസ്സിലാക്കാനുള്ളത്. അതുപോലെ ഹൈ വോളിയം, പ്രൈസ് ഒരു ദിശയിലോട്ട് നീങ്ങുന്നില്ല, അർത്ഥം ഇതിനകത്തൊരു ബാറ്റിൽ നടക്കുന്നുണ്ട്, ഇതൊരു കൺസൾട്ടേഷൻ പീരീഡ് ആയിരിക്കും കൂടുതലും, അതിനുശേഷം ഒരു നീക്കം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഈ സാഹചര്യത്തിൽ ബയ്യറും സെല്ലറും ഒരേ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള പനിയും വാങ്ങനെയും നടക്കുന്നുണ്ട്, പ്രൈസ് പക്ഷേ ഒരു ഡയറക്ഷനോട്ട് നീങ്ങുന്നില്ല, അതാണ് കൺസോൾട്ടേഷൻ ഫേസ്. അപ്പം ആ വോളിയത്തിന് ഒരു കൺസോൾട്ടേഷൻ ഫേസ് അവസാനിക്കുമ്പോഴത്തേക്കും വോളിയത്തിന് ഒരു കുറച്ച് കുറവ് സംഭവിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ പീരീഡ് കഴിഞ്ഞ്, അപ്പോൾ കൺസോൾട്ടേഷൻ പാറ്റേൺസ് ആയിരിക്കാം. അപ്പോൾ ആ സാഹചര്യത്തിൽ വോളിയം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വോളിയം ഉണ്ട്, പക്ഷേ പ്രൈസ് ഒരു ദിശയിലോട്ട് നീങ്ങുന്നില്ല. അപ്പം ഈ സാഹചര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത്, അപ്പോൾ ആ അവസ്ഥയും കൂടെ കൂട്ടി യോജിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നീക്കം നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എക്സാമ്പിൾ, ഒരു സ്റ്റോക്ക് ചെറിയ പ്രൈസ് റേഞ്ചിൽ കൂടിയ വോളിയത്തിൽ ട്രേഡ് ചെയ്യുന്നു, ഇത് സൂചിപ്പിക്കുന്നത് ഇവിടെ അക്കുമുലേഷൻ അല്ലെങ്കിൽ വാങ്ങിക്കൂട്ടൽ നടക്കുന്നു, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ. അത് നമ്മൾ ചാർട്ട് റീഡ് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ ഫേസ് കഴിഞ്ഞ് അങ്ങോട്ടെങ്കിലും ഒരു ഡയറക്ഷനിലോട്ടുള്ള നീക്കം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വോളിയം വെച്ച് അങ്ങനെ മനസ്സിലാക്കാം. ദിശയല്ല, ഏത് ദിശയിലോട്ടാണോ നമ്മൾ മനസ്സിലാക്കുന്ന ആ ദിശയിലോട്ടുള്ള നീക്കത്തിനുള്ള സാധ്യത ഉറപ്പിക്കുക. അതുപോലെ ഓരോ ഡയറക്ഷനിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ വോളിയം നമുക്ക് ആ ഡയറക്ഷൻ അനുസരിച്ച് മാറുന്നത് കാണാം. ഇപ്പോൾ ഒരു പുൾ ബാക്ക് ആണെങ്കിൽ വോളിയത്തിന് കുറച്ച് അവിടെ എന്താണ് ഒരു ഡയറക്ഷനിലോട്ട് നീക്കത്തിൻ്റെ ദിശയുടെ അളവ് കുറവാണെങ്കിലും ആ ഭാഗത്ത് വോളിയത്തിന് കുറവുണ്ട്. അതായത് ബയ്യറുടെ അളവാണ് അവിടെ കൂടുതൽ, പ്രൈസിനെ താഴോട്ട് ചലിപ്പിക്കാൻ പറ്റില്ല, ഹയർ ലോ ബ്രേക്ക് ചെയ്ത് ലോവർ ലെവലിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല, വീണ്ടും പ്രൈസ് പുതിയ ഹയർ ഹൈസ് തേടി പോവുകയാണ്. അപ്പോൾ അവിടെ ബയ്യർമാരുടെ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആ സ്റ്റോക്കിൽ അവർ കോൺഫിഡൻ്റ് ആണ് എന്നാണ് നമ്മൾ അതിനകത്ത് നിന്ന് മനസ്സിലാക്കാനുള്ളത്.
ഈ അവസാനം കാണിച്ചിരിക്കുന്ന ഭാഗം വാർ നടക്കുന്ന സമയമാണ് ഫെബ്രുവരി 28, 2000. അവിടെ മാർക്കറ്റ് കണ്ടീഷന് താഴെ വോളിയം കണ്ടു. അതായത് മാർക്കറ്റിനകത്ത് അവര് ഒരുപാട് മാർക്കറ്റിൽ ഇനി എന്ത് സംഭവിക്കുന്നുള്ള എക്സ്പെക്ടേഷൻ, അവർക്ക് എന്ത് സംഭവിക്കുന്ന ഫിയർ, ഇൻഡിസിഷനാണ്. അവരെ ആ ഡിസിഷൻസ് അവിടെ ഒരുപാട് പേര് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ചെയ്ത് വോളിയം കണ്ടോ, വോളിയം ബാറുകൾ കണ്ടോ. വിൽക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും നോക്കുമ്പോൾ അവിടെ വിൽക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. അതായത് ചുമന്ന ബാറുകൾ അവിടെ ഒരുപാട് കാണാം. അപ്പോൾ ഈ ചുമന്ന ബാറുകൾ കൂടുതലും അവിടെ സെല്ലിങ് നടന്നു എന്നുള്ള എൻ്റെ മീനിങ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് വിൽക്കുന്നവരും വാങ്ങുന്നവരും ഒരേ സമയത്ത് എത്തുമ്പോഴാണ് ഒരു ഷെയർ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറപ്പെടുന്നത്. അല്ലാതെ അപ്പോൾ ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പോൾ അവിടെ വിൽക്കുന്നവരുടെ എണ്ണം കൂടുതലാണ് എന്നാണ് അതിനകത്ത് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ വാറിന് തൊട്ട് മുമ്പേ ഉണ്ടാക്കിയ ഹൈയിൽ ഒരുപാട് വോളിയം അവിടെ എത്തിയിട്ടുണ്ട്. അതിന് മുമ്പേ, അതിന് ശേഷം ആ വാർ തുടങ്ങി ഫെബ്രുവരി 28 കണ്ട ഹൈ വോളിയം, ഇത്രയും ദിവസം ഇല്ലാത്ത അത്രയും വോളിയം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ വോളിയം എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത്? അപ്പോൾ പ്രൈസ് ആക്ഷനിൽ നമ്മൾ ഈ ബാറുകളും അല്ലാതെ നമുക്ക് ഇതിനകത്ത് മെട്രിക്സ് എത്രയും ദൂരം എത്ര വോളിയം ഉണ്ട് എന്ന് അളക്കുന്ന ടൂളുകളുണ്ട്. അപ്പം നമുക്ക് ആ വോളിയം ആ നീക്കത്തിൽ ഒരു ഡയറക്ഷനിൽ ഒരു നീക്കത്തിലുള്ള എത്ര വോളിയം അവിടെ ഉണ്ട് മുമ്പുള്ള വോളിയം വെച്ച് കമ്പയർ ചെയ്യാം. അപ്പോൾ ഒരു ദിശയിലൊരു നീക്കം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വോളിയം പല രീതിയിൽ അനലൈസ് ചെയ്യാൻ സാധിക്കും. വോളിയം ബാറുകളുടെ കളർ അതാണ്. അതായത് ഒരു പച്ച ബാർ കാണിക്കുന്നത് ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ ബയ്യേഴ്സിന് കൂടുതൽ ശക്തി ഉണ്ട് എന്നാണ് അതിനകത്ത് മീൻ ചെയ്യുന്നത്. ഒരു പച്ച ക്യാൻഡലിനൊപ്പം അതായത് ഒരു ബുള്ളിഷ് പാറ്റേൺ നമ്മൾ ക്യാൻഡലിൽ കണ്ടു ഒരു സപ്പോർട്ട് ഏരിയയിൽ. അപ്പം ഹൈ വോളിയം കൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ കൺഫർമേഷൻ ഉറപ്പിക്കാം. ഒരു ശക്തമായ വാങ്ങൽ അവിടെ നടന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു കൺഫർമേഷൻ, സ്ട്രോങ് ആയിട്ടുള്ളൊരു കൺഫർമേഷൻ കൂടെയാണ് വോളിയം. ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ്, മുകളിലേക്കിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഗ്രീൻ വോളിയം കാണിക്കുന്ന ഒരു അപ് ട്രെൻഡിൻ്റെ തുടക്കത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രെൻഡിന് അവസാനം ആവുന്ന ഭാഗത്തായിരിക്കും നല്ല വോളിയം, ഹൈ വോളിയം, പീക്ക് വോളിയം ഉണ്ടാവും. അപ്പം നമുക്ക് അങ്ങോട്ട് ചാർട്ടർ റീഡ് ചെയ്യുമ്പോൾ നല്ല വ്യക്തമായിട്ട് നമുക്ക് വോളിയം എങ്ങനെയൊക്കെ അനലൈസ് ചെയ്യാം, എങ്ങനെ നമുക്ക് അതുമായിട്ട് കൂട്ടി വായിക്കാം. പാറ്റേണുകളും ഒരു ഡയറക്ഷനിലോട്ടുള്ള നീക്കം, ഇമ്പൾസീവ് മൂവ് അല്ലെങ്കിൽ റീട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പുൾ ബാക്കിൽ എങ്ങനെയായിരിക്കും വോളിയം നമുക്ക് മറ്റുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള എല്ലാം വോളിയം വെച്ച് കമ്പയർ ചെയ്യാം നമുക്ക്. അതേപോലെ ഹൈറ്റ്, ഈ ബാറുകളെ ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൗണ്ടിൻ്റെ അളവാണ്. അത്രയും കുറച്ച് വോളിയം അതിനകത്ത് ട്രേഡ് ചെയ്തിട്ട് ഉള്ളൂ എന്നാണ്. അതായത് അത്രയും വ്യാപാരമേ നടന്നിട്ടുള്ളൂ എന്നുള്ള മീനിങ്ങാണ് തരുന്നത്. അതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് റെഡ്. അപ്പം വോളിയം എന്ന് വെച്ചാൽ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. കളറ് മാത്രം നോക്കി ട്രേഡ് ചെയ്യരുത്. ഇതൊരു പ്രൈസിൻ്റെ ഒരു ഭാഗം മാത്രമാണ് വോളിയം ബാറിൻ്റെ കളറുകൾ. വോളിയം ബാർ നമ്മൾ നോക്കുമ്പോൾ ട്രെൻഡ് ലൈൻ, ചാനൽസ്, സപ്പോർട്ട്, റെസിസ്റ്റൻസ് ലെവൽസ്, ചാർട്ട് പാറ്റേൺസ്, കാൻഡിൽ പാറ്റേൺസ് എന്നിവയുടെ ഒപ്പം ചേർത്ത് വോളിയം കൂടെ വായിക്കുമ്പോഴാണ് അതിനർത്ഥം ലഭിക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട വിഷ്വൽ ക്യൂ മാത്രമാണ് വോളിയം. ഓക്കെ, അപ്പോൾ അതാണ് വോളിയം. എട്ടാമത്തെയും അവസാനത്തെയും പില്ലറാണ് കോണ്ടെക്സ്റ്റ് ആൻഡ് കൺഫ്ലുവൻസ്. ഇത് മോഡേൺ ആയിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ ആണ് പ്രൈസ് ആക്ഷൻ തിയറിയിലുള്ള. അതായത് നമ്മൾ നോക്കിയ ഈ 7 പില്ലേഴ്സിലുള്ള കാര്യങ്ങൾ, അതായത് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ, ചാർട്ട് പാറ്റേൺസ്, സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ്, ട്രെൻഡ് ലൈൻസ്, ചാനൽസ്, വോളിയം അനാലിസിസ്, മാർക്കറ്റ് സ്ട്രക്ചർ, ഇതുപോലുള്ള മൾട്ടിപ്പിൾ പ്രൈസ് ആക്ഷൻ എലമെന്റ്സ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നു. അപ്പോൾ അത് നമുക്ക് ഹയർ പ്രോബബിലിറ്റി സെറ്റപ്പ് ആണ്. അതാണ് കോൺഫ്ലുവൻസ് ആൻഡ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ അതാണ് എട്ടാമത്തെ പില്ലർ. ചുരുക്കത്തിൽ നൂറ്റാണ്ടുകളായിട്ടുള്ള പല വ്യക്തികളുടെയും വിപണി നിരീക്ഷണത്തിൽ നിന്നും അവരുടെ ഉൾക്കാഴ്ചകളിൽ നിന്നും നെയ്തെടുത്ത ഒരു ആർട്ടാണ് പ്രൈസ് ആക്ഷൻ. പ്രൈസ് ആക്ഷന്റെ 8 പില്ലേഴ്സ് മനസ്സിലാക്കി അത് എങ്ങനെയാണ് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രൈസ് ആക്ഷനിൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. അതിനു മുമ്പേ കാതലായിട്ട് എന്താണ് പ്രൈസ് ആക്ഷൻ, എന്താണ് മാർക്കറ്റ് സ്ട്രക്ചറുകൾ, എന്താണ് ട്രെൻഡുകൾ, എന്താണ് പ്രൈസിന്റെ വേബ് ഫോം. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു പലതരം ഇൻവെസ്റ്റ്മെന്റ് സ്കീം, ടൈം വെച്ചിട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ടെക്നിക്കൽ സ്കീമുകൾ ഉണ്ടെന്ന് നമ്മൾ നോക്കി. അതായത് സ്കാൽപ്പിംഗ്, ഇൻട്രാഡേ ട്രേഡിംഗ്, സിങ് ട്രേഡിംഗ്, പൊസിഷണൽ ട്രേഡിംഗ്, ഇൻവെസ്റ്റ്മെന്റ്സ്. അപ്പോൾ അത് എങ്ങനെയാണ് വർക്കാകുന്നത്, എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് നമുക്ക് പ്രൈസ് ആക്ഷൻ കോറായിട്ട് കാതലായിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയാലേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് പ്രൈസിന്റെ വേവ് ഫോം എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. പ്രൈസ് ഒരു നേർരേഖ രീതിയിലല്ല പ്രൈസ് നീങ്ങുന്നത്. പ്രൈസിന്റെ ചലനം ഒരു ദിശയിലോട്ട് നീങ്ങുന്നുണ്ടെങ്കിലും ആ ദിശയിലോട്ട് പോകുമ്പോൾ പ്രൈസ് താഴേക്കും മുകളിലോട്ടും നീങ്ങുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമുക്കത് ക്രമരഹിതമായിട്ട് തോന്നുമെങ്കിലും പ്രൈസ് അങ്ങനെയല്ല നീങ്ങുന്നത്. ഒരു അപ്പ് ഡൗൺ ആ രീതിയിലാണ് പ്രൈസ് നീങ്ങുന്നത്. അതായത് ഓരോ അപ് ട്രെൻഡിലും ഡൗൺ ട്രെൻഡിലും നിരവധി അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ് ഇങ്ങനെയുള്ള ട്രെൻഡുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് പ്രൈസ് നീങ്ങുന്നത്. ഒരു തരംഗം അവസാനിക്കുമ്പോൾ മറ്റൊന്ന് തുടങ്ങും.
ഈ തരംഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിലൂടെയും കമ്പാരിസൺ ചെയ്യുന്നതിലൂടെയും നമുക്ക് തരംഗത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഡ്യൂറേഷൻ, റേഞ്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ ഒരു ട്രെൻഡ് എപ്പോൾ അവസാനിക്കും, അല്ലെങ്കിൽ ട്രെൻഡിന്റെ ശക്തി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഡ്യൂറേഷന്റെ അളവ് നമുക്ക് കമ്പാരിസൺ വഴിയും മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് ആക്സിസ് ബാങ്കിന്റെ സ്റ്റോക്കാണ്. നമുക്ക് ഇതിൽ എങ്ങനെയാണ് വേവ് ഫോം, അതായത് ഒരു സ്ട്രെങ്തിന്റെ ശക്തിയും എപ്പോഴാണ് ട്രെൻഡ് തിരിയുന്നത്, ആ മൊമെന്റത്തിന്റെ പവർ, അതിന്റെ ഡ്യൂറേഷനും ടൈമും അതിന്റെ ലെങ്തും വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. പ്രൈസ് ആക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വേവ് ഫോം മൊമെന്റം ഐഡന്റിഫിക്കേഷൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതായത് വിലയുടെ ചലനത്തിന്റെ തരംഗ രൂപത്തിലുള്ള വേഗത തിരിച്ചറിയുന്ന തത്വങ്ങളാണ് ഈ വേവ് ഫോമിനകത്തുള്ളത്. ഇത് പ്രൈസ് ആക്ഷനിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തത്വങ്ങളാണ്. പ്രൈസ് ആക്ഷൻ മാർക്കറ്റിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിലല്ല പ്രൈസ് നീങ്ങുന്നത്. ഇത് വേവ് പോലെയാണ് പോകുന്നത്. മുകളിലേക്ക് പോകും, പിന്നെ ഒരു ചെറിയ കറക്ഷൻ, തിരുത്തൽ. ഈ വേവ് നുള്ളിലെ മൊമെന്റം, അതായത് വേഗതയും ശക്തിയും ചേർന്നതിനെയാണ് മൊമെന്റം എന്ന് പറയുന്നത്. അതായത് ഒരു ഡയറക്ഷനിലോട്ടുള്ള വേഗതയും ശക്തിയും മനസ്സിലാക്കുന്നതിന് ഒരു ട്രെൻഡിന്റെ ശക്തി തുടരാനുള്ള സാധ്യത, അല്ലെങ്കിൽ റിവേഴ്സിനുള്ള തിരിച്ചറിയാനുള്ള സാധ്യതയും നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു മാർക്കറ്റിന്റെ ഫ്ലോ, ഒഴുക്ക് മനസ്സിലാക്കുന്നത് പോലെയാണ്. തരംഗങ്ങൾ നിരീക്ഷിക്കുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ മൊമെന്റം മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സിങ് ഹൈ ആൻഡ് സിങ് ലോ, അപ്പോൾ അത്രയും ചേർന്നതാണ് ഒരു തരംഗം, അതാണ് ഒരു വേവ്. അപ്പോൾ ഞാനകത്ത് മാർക്ക് ചെയ്യുന്ന ഓരോ ഹൈ ലോയും അതത്രയും ചേരുമ്പോഴാണ് ഒരു തരംഗം. അപ്പോൾ ആ തരംഗത്തിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ട്രെൻഡ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്കറിയാം, ഒരു ഹയർ ഹൈൻ്റെയും ഒരു ഹയർ ലോയിൻ്റെയും അപ്പ് ട്രെൻഡിൽ, അല്ലെങ്കിൽ ലോവർ ഹൈസിൻ്റെയും ലോവർ ലോസിൻ്റെയും ഡൗൺ ട്രെൻഡിൽ ഒരു സീരീസ് ആണ് ഓരോ ട്രെൻഡുകളും. അത് ഓരോ വേവിൻ്റെയും ഓരോ പോയിൻ്റാണ് ഈ ഹൈയും ലോയും. അപ്പോൾ നമുക്ക് അതിനകത്തുള്ളതാണ് നമ്മൾ മൊമെൻറ്റം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. വേഗം തിരിച്ചറിയാൻ നമ്മൾ ആദ്യം ഒരു ശക്തമായ അപ്പ് ട്രെൻഡിൽ ഓരോ പുതിയ സിങ് ഹൈ, അതായത് ഹയർ ഹൈ, പുതിയൊരു ഹൈ, വില പുതിയ ഹൈയിലോട്ട് നീങ്ങുമ്പോൾ മുൻപത്തേക്കാൾ വളരെ ഉയരത്തിൽ ഒരു പുതിയ സിങ് ലോ, അതായത് ഒരു ഹയർ ലോ, ഒരു ഹയർ ഹൈ ഉണ്ടാക്കിയതിന് ശേഷം ഒരു ഹയർ ലോ ഉണ്ടാക്കുന്നത് മുൻപത്തേനെക്കാട്ടിലും ഉയരത്തിലാണെങ്കിൽ, അപ്പം വ്യക്തമായ ഉയരത്തിലാണെങ്കിൽ മുകളിലായിട്ട് പുഷ് ഉണ്ട്. അപ്പം താഴേക്കൂട്ടുള്ള പുൾ ബാക്ക് ചെറുതായിരിക്കും. ഒരു അപ്പ് ട്രെൻഡ് നോക്കുമ്പോൾ ഉണ്ട് പുൾ ബാക്ക് ചെറുതായിരിക്കും. അപ്പോൾ ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നില്ല, അതായത് ഹയർ ലോസ് നിർമ്മിക്കുന്നുണ്ട്. അതായത് ഒരു സിങ് ഹൈ, ആ ഡയറക്ഷനിലോട്ടുള്ള എംപൾസീവ് മൂവ് ഹൈ ആണ്, പക്ഷേ പുൾ ബാക്ക് എടുക്കുമ്പോൾ അത്ര ശക്തിയില്ല. അപ്പം നമുക്ക് ആ ട്രെൻഡിൻ്റെ ശക്തി മനസ്സിലാക്കാം. അതായത് പഴയ ഹയർ ലോയസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അടുത്ത ലോ ഉണ്ടാക്കിയിരിക്കുന്ന ഇപ്പോഴുള്ള ഗ്യാപ്പിനെ കാട്ടിലും കൂടുതൽ ഗ്യാപ്പിന് മുകളിലാണെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാം നല്ല ശക്തിയുള്ള നീക്കമാണെന്ന്. അതേപോലെ തന്നെയാണ് ഒരു സ്ട്രോങ് ഡൗൺ ട്രെൻഡിൽ, ശക്തമായ ഒരു ഡൗൺ ട്രെൻഡിൽ ഒരു പുതിയ സിങ് ലോ, അതായത് ലോവർ ലോ മുൻപത്തേക്കാൾ വളരെ താഴ്ന്നതായിരിക്കും. അതായത് ഒരു ഡയറക്ഷനിലോട്ടുള്ള ഒരു ലോ തീർത്തതിന് ശേഷം അടുത്ത ലോ വീണ്ടും കുറച്ചുകൂടെ നല്ല പുഷുള്ള, താഴെയാണ് ഉണ്ടാക്കണം ഞാൻ പുൾ ബാക്ക്, താഴോട്ടുള്ള നീക്കത്തിൽ. അപ്പം നമുക്ക് ശക്തമായിട്ടുള്ള വേഗത്തിലുള്ളതുമായിരിക്കും എന്ന് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ വിഷ്വൽ ഇതിനകത്ത് വരയ്ക്കുന്നുണ്ട്. അതുപോലെ വേവിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ചരിവ്, അതാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നതാണത്. ട്രെൻഡ്, ഒരു ദിശയിലുള്ള പ്രൈസ് മൂവ്മെൻറ്റിൻ്റെ ചരിവ്, അതായത് അതിൻ്റെ തീവ്രതയെ പറയുന്നു. അതായത് ഹൈ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ഹൈ നിൽക്കുന്ന പറഞ്ഞാൽ ഹൈ മൊമെൻറ്റം, അതിനപ്പുറം പോകാൻ പറ്റൂല. ഇപ്പോൾ പ്രൈസ് നീങ്ങാണ് ഹൈ പീക്ക് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി കുത്തനെ, അപ്പോൾ അതാണ് ഹൈ മൂവ്മെൻറ്റ്. ഒരു ആക്സിലറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയാം. ആ മൊമെൻറ്റത്തിന് ഒരു പരിധിയുണ്ട്. അപ്പം നമുക്കത് ട്രെൻഡ് ചാനലുകൾ വഴി അറിയാം. അപ്പം അതിനകത്ത് ചാനലിനകത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ, ഇപ്പം നല്ല ചരിവിലുണ്ടാകും 45 ആംഗിളുണ്ടാകും, അതിൻ്റെ മുകളിൽ 60 ഡിഗ്രി, അതേപോലെ 55 ഡിഗ്രി, അത്രയും ചരിവാകുമ്പോൾ അത്രയും ശക്തി ഉണ്ടെന്നാണ് ആംഗിൾ വെച്ച് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മൊമെൻറ്റം കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ട്രെൻഡിൻ്റെ ആംഗിൾ കൂടുന്നതിനനുസരിച്ച് ട്രെൻഡിൻ്റെ മൊമെൻറ്റം കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ട്രെൻഡിൻ്റെ ദിശയിലോട്ടുള്ള വേവ് അപ്പ് ട്രെൻഡ് ബയേഴ്സ് കൂടുതൽ അഗ്രസീവ് ആണ്, അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിൽ സെല്ലേഴ്സ് കൂടുതൽ അഗ്രസീവ് ആണ് എന്നാണ് ആ സ്ലോപ്പ്, ആ ട്രെൻഡിൻ്റെ ചരിവ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ വേഗത കുറയുന്നു, ഡിവർജൻസ് എന്ന് പറയും. പ്രൈസ് പുതിയ ഹൈസ് ഉണ്ടാക്കുന്നു അപ്പ് ട്രെൻഡിൽ, പക്ഷേ വേവിൻ്റെ ആംഗിൾ കുറയുന്നു. അതായത് ഹൈ ഇപ്പോൾ നമുക്കൊരു 85 ഡിഗ്രിയിൽ ആദ്യം ഒരു ആംഗിൾ ഉണ്ടാക്കി, ഒരു ഹൈ ഉണ്ടാക്കി, പക്ഷെ അടുത്തതിൽ കുറച്ചുകൂടെ ഫ്ലാറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എന്താണ്, അതിനകത്ത് ബയേഴ്സ് അത്ര അഗ്രസീവ് അല്ല, മൊമെൻറ്റം കുറയുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ മൊമെൻറ്റം കുറഞ്ഞ് വരുമ്പോൾ ആ ഡയറക്ഷൻ മാറും. അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് ഫേസിലാണ്, അതൊരു സൈഡ് വേസിലോട്ട് നീങ്ങാനുള്ള സാധ്യതകൾ നമുക്ക് അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതായത് പുതിയ ഹയർ ഹൈസ് അവിടെ നിർമ്മിക്കുന്നില്ല. അതായത് ഒരു ഹയർ ലോ ഉണ്ടാക്കിയതിന് ശേഷം പുതിയ ഹയർ ഹൈ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതപ്പോൾ എന്താണ്, ഒരു ലോവർ ഹൈ ഉണ്ടാക്കി അതിനകത്ത്, അപ്പോൾ ഒരു ട്രെൻഡിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആകുന്നു എന്നാണ് നമ്മൾ അവിടെ സൂചിപ്പിക്കുന്നത്.
അതുപോലെ വേവിൻ്റെ ലെങ്ത്, നീളവും വലുപ്പവും, ഒരു ഇമ്പൾസീവ് അല്ലെങ്കിൽ കറക്ഷൻ, ഒരു തത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെൻഡിൽ ഒരു ദിശയിലോട്ടുള്ള നീക്കങ്ങളെ ഇമ്പൾസീവ് വേവ് എന്നും ട്രെൻഡിനെതിരെയുള്ള നീക്കങ്ങളെ കറക്റ്റീവ് വേവ് അല്ലെങ്കിൽ പുൾ ബാക്കുകളെന്നും പറയുന്നു. മൊമെൻറ്റം നമുക്ക് വേഗത തിരിച്ചറിയാൻ ഒരു ഇമ്പൾസീവ് വേവ് നീളം ഉള്ളതും ശക്തവുമായിരിക്കും, കറക്റ്റീവ് വേവ് ചെറുതും ആഴം കുറഞ്ഞതായിരിക്കും. അതായത് നമുക്കിതിൻ്റെ മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആഴവും ശക്തിയും അളക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അനാട്ടമി പഠിക്കും പോലെയാണ്. അതായത് പ്രൈസിൻ്റെ നീക്കത്തിൻ്റെ അനാട്ടമി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ വേവിൻ്റെ ശക്തി എത്രത്തോളം ബയ്യേഴ്സ് അതിനകത്തുണ്ട്, അഗ്രസീവ് ആണോ, അതിൻ്റെ നീക്കത്തിന് ആ സ്ലോപ്പ് വെച്ച് ആ ഡയറക്ഷൻ വെച്ച് എത്രത്തോളം ബയ്യേഴ്സ് അവിടെ എത്തുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതേ വീക്കനിങ് മൊമെൻറ്റം, അതായത് വേഗത കുറയുന്നു, അതായത് ഇമ്പൾസീവ് വേവ് ചെറുതാകൽ, കറക്റ്റീവ് വേവ് വലുതാവുകയും ഇമ്പൾസീവ് ഒരു ഡയറക്ഷനിലോട്ടുള്ള നീക്കത്തിൻ്റെ ലെങ്ത് കുറയുകയും, അതായത് കറക്റ്റീവ് വേവ് അത് അപ് ട്രെൻഡ് ആണെങ്കിലും ഡൗൺ ട്രെൻഡ് ആണെങ്കിലും അത് അതിൻ്റെ നീളം കൂടുകയും ചെയ്യുകയാണെങ്കിൽ ഒരു ട്രെൻഡ് ചേഞ്ച് ആവുകയാണ്, അതിൻ്റെ ശക്തി നഷ്ടപ്പെടുന്നു എന്ന് സൂചിപ്പിക്കുന്നു. മാർക്കറ്റ് ഒരു ദിശയിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് അതിനെ നമുക്ക് മീൻ ചെയ്യുന്നത്. അതായത് നമ്മൾ അനാട്ടമി പഠിക്കും പോലെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് വേവിൻ്റെ സ്പീഡ്, അതായത് ഒരു ടൈം ഡ്യൂറേഷൻ, എത്ര ടൈം എടുത്താണ് ഈ ലെങ്ത് നീളം ഉണ്ടാക്കുന്നത്. അതായത് ഒരു വേവ് പോയിന്റിൽ നിന്ന് അടുത്തതിലേക്ക് നീങ്ങുന്ന വേഗത നമ്മൾ അളക്കുന്ന ടൈം വെച്ചാണ് അളക്കുന്നത്. അപ്പം ഒരു ഡയറക്ഷനിലോട്ട് ഇത്ര ശതമാനം നീങ്ങി, അപ്പം എത്ര സമയം കൊണ്ട് നീങ്ങി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൈസിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ദിശയിലോട്ടുള്ള ശക്തി കുറഞ്ഞു, അപ്പം നമുക്കവിടെ മനസ്സിലാക്കുന്നത് ഒരു ട്രെൻഡ് അവസാനിപ്പിക്കുമ്പോഴത്തേക്കും അതിന് ഹൈ വോളറ്റൈൽ കണ്ടീഷനിലുള്ള ഹൈയും ലോസും നമ്മൾ കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയിട്ടായിരിക്കും ഒരു ഡയറക്ഷനിലോട്ട് സൈഡ് വൈസിലോട്ടോ മാറുന്നത്. അതായത് ഒരു ട്രെൻഡ് ഡയറക്ഷൻ കഴിഞ്ഞിട്ട് ഒരു ചേഞ്ച് ആവുന്ന സമയം പ്രൈസ് ഒരു പുതിയ ഹൈയോ ലോ ഉണ്ടാക്കാൻ കൂടുതൽ സമയം എടുക്കുന്നു. അതായത് നമ്മൾ ആദ്യം പെട്ടെന്ന് ഹൈസ് ലോസും ക്രിയേറ്റ് ചെയ്യും, പിന്നീട് കുറച്ച് ട്രെൻഡ് അവസാനിക്കാറാകുമ്പോൾ കൂടുതൽ ഒരു ഹൈയോ ലോയോ ക്രിയേറ്റ് ചെയ്യാൻ പഴയതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ സമയം എടുക്കുന്നു. അപ്പം മന്ദത, അതായത് അത്രത്തോളം ആൾക്കാർ അവിടെ ബയ്യേഴ്സ് ആണെങ്കിലും ഒരു അപ് ട്രെൻഡിലാണെങ്കിൽ ബയ്യേഴ്സ് ആണെങ്കിലും ഒരു ഡൗൺ ട്രെൻഡിലാണെങ്കിലും സെല്ലേഴ്സിൻ്റെയും ശക്തി കുറഞ്ഞു, അല്ലെങ്കിൽ അതാണ് അതിനകത്തുള്ള കൺവിക്ഷൻ. പിന്നെ നമ്മൾ ഈ ഓരോ വേവിനെയും നമ്മൾ വോളിയം വെച്ച് ഇതിനൊക്കെ തരംഗങ്ങളെയും കമ്പയർ ചെയ്യണം. അതായത് ഒരു ഡയറക്ഷൻ ഇമ്പൾസീവ് മൂവിൽ എത്ര വോളിയം ഉണ്ടായിരുന്നു, അപ്പം നമുക്ക് പഴയ വേവും പുതിയ ഇമ്പൾസീവ് വേവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം ശക്തിയുണ്ട്, വോളിയം പ്രൈസ് മൂവിന് പിന്നിൽ എത്ര ശക്തി ഉറപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ഒരു ഇമ്പൾസീവ് മൂവിൻ്റെ ദിശയിലോട്ട് നീങ്ങുമ്പോൾ ഹൈ വോളിയം, കൂടിയ വോളിയം ഉണ്ടാവുകയും കറക്റ്റീവ് വേവ് സമയത്ത് എതിരെയുള്ള നീക്കങ്ങളിൽ ലോ വോളിയം ഉണ്ടാവുകയും ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ നിയന്ത്രണമുണ്ട് എന്ന് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാം. ഒരു ഡയറക്ഷനിലോട്ടുള്ള നീക്കം ഹൈ ആണ് എന്ന് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാം. ബയർമാരുടെ അതിപ്രസരം ഉണ്ടെന്നാണ് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വേവ് ഫോം ഉപയോഗിച്ച് നമുക്ക് മൊമെൻറ്റം തിരിച്ചറിയാം. മാർക്കറ്റ് സിങ്ങിലൂടെ പുൾ ബാക്കിലൂടെയും പറയുന്ന കഥ വായിക്കുന്നത് പോലെയാണ് വേവ് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴും അതിനെ മനസ്സിലാക്കുമ്പോഴും. അത് മാത്രമല്ല പ്രൈസ് എങ്ങനെ അവിടെ എത്തി, എത്ര ശക്തിയോടെ എത്തി എന്നതിനെക്കുറിച്ചും ഇതൊരു ട്രെൻഡ് എപ്പോൾ തുടരാൻ സാധ്യത ഉണ്ടെന്നും എപ്പോൾ താൽക്കാലികമായിട്ട് നിൽക്കാം, എപ്പോൾ റിവേഴ്സ് ആകും എന്നുള്ള മുൻകൂട്ടി നമുക്ക് ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നതാണ് നമുക്ക് ഈ വേവ് ഫോം ഐഡൻറ്റിഫൈ ചെയ്ത് അത് മനസ്സിലാക്കുന്നതിലൂടെ സാധിക്കുന്നത്. കുറച്ച് ദിവസം നല്ല സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ അതാണ് പ്രൈസിൻ്റെ വേവ് ഫോം. മൊമെൻറ്റം എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് നമുക്ക് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിക്കാണും. പ്രൈസിന്റെ വേവ് ഫോമിലുള്ള നീക്കം ട്രെൻഡുകൾ സൃഷ്ടിക്കുന്നു. അതായത് അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, റേഞ്ച് ബോണ്ട് അല്ലെങ്കിൽ സൈഡ് വൈസ് ഇങ്ങനെയുള്ള ട്രെൻഡുകൾ സൃഷ്ടിക്കുന്നു. അപ്പം ഇത്തരത്തിലുള്ള നീക്കങ്ങളെ, അതായത് ട്രെൻഡിന് നേരെ ഉള്ള നീക്കത്തെ ഇമ്പൾസീവ് മൂവ് എന്നും ട്രെൻഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള നീക്കത്തെ റിവേഴ്സൽസ് എന്നും പറയുന്നു. ഇത് ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. ഇത് നമുക്ക് അങ്ങോട്ട് പ്രൈസ് ആക്ഷൻ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ ഇമ്പൾസീവ് മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിവേഴ്സൽ മൂവ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇപ്പൊ ജസ്റ്റ് നമുക്ക് ഇമ്പൾസീവ് മൂവ് എന്താണ്, റിവേഴ്സൽ മൂവ് എന്താണെന്ന് ചാർട്ടിൽ ജസ്റ്റ് നോക്കാം. ഡിഫറെന്റ് ടൈപ്പ് ട്രെൻഡ്സ്, ഓരോ ട്രെൻഡുകൾ എപ്പോൾ ചേഞ്ച് ആവും, അതിനകത്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എപ്പോൾ ഒരു ട്രെൻഡ് ചേഞ്ച് ആവും, അല്ലെങ്കിൽ എപ്പോൾ ഒരു പുതിയ ട്രെൻഡ് തുടങ്ങും, അല്ലെങ്കിൽ എപ്പോൾ സൈഡ് വൈസിലോട്ട് പോകും, അല്ലെങ്കിൽ എപ്പോൾ സൈഡ് വൈസിൽ നിന്ന് ഒരു ട്രെൻഡിങ് ഫേസിലോട്ട് പോകും, അപ് ട്രെൻഡിലോട്ടോ ഡൗൺ ട്രെൻഡിലോട്ടോ, അതെങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളതാണ് ഇതിനകത്തുള്ളത്. ഒന്നാമത്തെ മെയിനായിട്ടുള്ള തത്വങ്ങളിലൊന്ന്, പ്രൈസ് ഒരു സൈഡ് വൈസ് പോകുമ്പോൾ പുതിയ ഹയർ ഹൈ അല്ലെങ്കിൽ പുതിയ ലോവർ ലോ നിർമ്മിക്കുന്നില്ല. അതായത് ഒരു സൈഡ് വൈസിലോട്ട് പ്രൈസ് നീങ്ങുമ്പോൾ
പുതിയ ഹൈസോ പുതിയ ലോയോ നിർമ്മിക്കുന്നില്ല അതിനകത്ത്. അപ്പം ഒരു റേഞ്ചിനകത്താണ് പ്രൈസ് നിൽക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം പ്രൈസ് ഒരു സൈഡ് വൈസിലോട്ട് മാറിയിട്ടുണ്ട്. ഒന്നാമത്. രണ്ട്, ഒരു സൈഡ് വൈസിൽ നിന്ന് പ്രൈസ് ഒരു ട്രെൻഡിങ് ഫേസിലോട്ട് പോകുമ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈനുകളെ ബ്രേക്ക് ചെയ്തുകൊണ്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഒരു പ്രൈസ് സൈഡ് വൈസിലായിരിക്കുമ്പോൾ ഹയർ ഹൈസോ ലോവർ ലോസോ നിർമ്മിക്കുന്നില്ല. അതായത് പ്രൈസ് ലോവർ ഹൈയും അല്ലെങ്കിൽ ഹയർ ലോയും നിർമ്മിക്കുന്നുണ്ട്, പക്ഷേ ഒരു ഹയർ ഹൈ, പുതിയ ന്യൂ ഹൈയോ ന്യൂ ലോയോ നിർമ്മിക്കുന്നില്ല. അപ്പോൾ അത് റേഞ്ചിനകത്താണെന്ന് നമുക്ക് മനസ്സിലായി. ആ റേഞ്ചിനകത്ത് നിന്ന് പ്രൈസ് ബ്രേക്ക് ആകുമ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയകളെ ബ്രേക്ക് ചെയ്തുകൊണ്ടായിരിക്കും പോകുന്നത്. അപ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ട്രെൻഡിങ് ഫേസിലോട്ടായിരിക്കും നീങ്ങുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു സൈഡ് വൈസിലാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുള്ളൂ. അതേപോലെ ഈ സൈഡ് വൈസിലോട്ട് പോകുമ്പോൾ രണ്ട് ടൈപ്പിലാണ് സൈഡ് വൈസിലോട്ട് നീങ്ങുന്നത്. ഒന്ന് ഹൈ വോളട്ടൈൽ ആയിട്ടുള്ള കണ്ടീഷൻ, അതായത് ഒരു റേഞ്ചിനകത്തല്ല പ്രൈസ്, ഈ റേഞ്ചിന് പുറത്തും പോകും, എന്നിട്ട് വീണ്ടും അത് റേഞ്ചിനകത്ത് വരും. എന്നാൽ ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസുകളെ അത് മാനിക്കാത്ത അവസ്ഥയാണ്, അതായത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഹൈ വോളട്ടൈൽ കണ്ടീഷൻ. അപ്പോൾ മാർക്കറ്റിൽ ഇത്തരം 4 സാഹചര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു റേഞ്ചുമുണ്ട്, അല്ലെങ്കിൽ ഒരു സൈഡ് വേസിൽ തന്നെ 2 സാഹചര്യങ്ങളുണ്ട്. അതേപോലെ ട്രെൻഡിങ് ഫേസിനകത്തും 1-2 സാഹചര്യങ്ങളുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ബാക്കി നമുക്ക് അങ്ങോട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കാനുള്ളത്, ഒരു ട്രെൻഡിങ് ഫേസിൽ നിന്ന് സൈഡ് വേസിലോട്ട് പോകുമ്പോൾ ട്രെൻഡ് ലൈനുകളെ ബ്രേക്ക് ചെയ്തുകൊണ്ടായിരിക്കും പോകുന്നത്. പുതിയ ഹയർ ഹൈയോ ലോവർ ലോയോ നിർമ്മിക്കുന്നില്ല. പ്രൈസ് ഒരു റേഞ്ചിനകത്തായിരിക്കും. ആ റേഞ്ചിനെ മാനിക്കാത്തത് ഹൈ വോളട്ടൈൽ കണ്ടീഷൻ ആയിരിക്കും. അതായത് ഒരു ട്രെൻഡിങ് ഫേസ് ചേഞ്ച് ആകുമ്പോൾ മെജോറിറ്റി ഹൈ വോളട്ടൈൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാക്കിയിട്ടായിരിക്കും പ്രൈസ് ഏതെങ്കിലും ഒരു ദിശയിലോട്ട് നീങ്ങുന്നത്. അപ്പം നമുക്ക് ബിക്കോസ് അക്കുമുലേഷൻ സ്ട്രക്ചറുകൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരു സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, സ്ട്രക്ചറിനകത്ത് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഒരു സൈഡ് വേസിൽ പോകുമ്പോൾ പ്രൈസ് എങ്ങനെയായിരിക്കും അതിനകത്ത് ബിഹേവ് ചെയ്യുന്നത്, അതിനകത്ത് ഇമ്പൾസീവ് മൂവും റിവേഴ്സ് മൂവും എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, പിന്നെ പ്രൈസ് ആക്ഷൻ്റെ ഫണ്ടമെൻ്റൽ പാറ്റേൺസും നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാനുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടത് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഒരു ട്രെൻഡിങ് ഫേസ് മാറുമ്പോൾ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ അടുത്തൊരു കാര്യം, നമ്മളൊരു ട്രെൻഡിങ് ഫേസിൽ നിന്ന് പോകുമ്പോൾ ടോട്ടൽ വോളിയം, ഒരു ട്രെൻഡ് ഫേസിലുള്ള ടോട്ടൽ വോളിയം എടുത്തിട്ട് ഒരു ട്രെൻഡ് അവസാനിക്കുമ്പോൾ വോളിയം കമ്പാരിസൺ ചെയ്യും. തുടക്കത്തിലും ടോട്ടലി ആ സ്ട്രക്ചറിനകത്തുള്ള, അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് ഫേസ് ആണെങ്കിലും ഒരു സൈഡ് വൈസ് ആണെങ്കിലും അതിനകത്തുള്ള വോളിയം കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ശക്തി കൂടെ മനസ്സിലാക്കാൻ പറ്റും ആ ഫേസിനകത്തുള്ള. അടുത്ത് പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ എപ്പോൾ ട്രേഡ് എടുക്കണം എന്ന് അറിയുന്നതിനെക്കാട്ടിലും പ്രധാനമാണ് എപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തുകൂടാ, അല്ലെങ്കിൽ ഏത് സാഹചര്യമാണ് ഇപ്പോൾ. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജികൾ നമ്മൾ തിരഞ്ഞെടുക്കണമെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അത് വളരെ പ്രധാനമായ കാര്യമാണ്. അതാണ് ഞാൻ ഈ സ്ലൈഡ് കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കാര്യം. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രെൻഡിനെ കുറിച്ച് പറയാനുള്ളത്. പ്രൈസ് ഒരു വേവ് ഫോമിലാണ് നീങ്ങുന്നത്. ആ വേവ് ഫോമിന്റെ നീക്കവും ഡ്യൂറേഷനും വേഗതയും വെച്ച് നമുക്ക് ആ ട്രെൻഡിന്റെ ശക്തിയും വേഗതയും മനസ്സിലാക്കാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ട്രെൻഡിന്റെ ഡയറക്ഷനിലോട്ടുള്ള നീക്കത്തിന് ഇമ്പൾസീവ് മൂവ് എന്നും ട്രെൻഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള നീക്കത്തിന് റിവേഴ്സൽസ് എന്നും വിളിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. 3 തരം ട്രെൻഡുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇനി ഒരു ട്രെൻഡിനകത്ത് എത്ര തരം ട്രെൻഡുകളുണ്ട്, അതായത് പ്രൈസ് ആക്ഷൻ കോർ ആയിട്ട് എന്താണ്, കാതലായിട്ട് എന്താണ് പ്രൈസ് ആക്ഷൻ എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഒരു ട്രെൻഡിനകത്ത് മെയിൻ ആയിട്ട് 4 ട്രെൻഡുകളാണുള്ളത്. അതായത് ഒരു ലോങ് ടൈം ട്രെൻഡ്, അതായത് ഒരു പ്രൈമറി ട്രെൻഡ്. 2 ഒരു മിഡ് ടൈം ട്രെൻഡ്, അതായത് സെക്കൻഡറി ട്രെൻഡ്. ഒരു ഷോർട്ട് ടൈം ട്രെൻഡ്, അതായത് മൈനർ ട്രെൻഡ്. അത് പോയിട്ട് 4ാമത് ഒരു ഇൻട്രാഡേ ട്രെൻഡ്. ഇത്തരത്തിലുള്ള 4 ട്രെൻഡുകളാണ് മെയിൻ ആയിട്ട് ഒരു ട്രെൻഡിനകത്തുള്ള ട്രെൻഡുകൾ. ഇപ്പൊ നമുക്ക് അതിന്റെ വിഷ്വൽ ഒരു ചാർട്ട് എടുത്ത് ജസ്റ്റ് എത്ര തരം ട്രെൻഡുകളുണ്ട്, അത് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് HDFC ബാങ്കിന്റെ ചാർട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ട്രെൻഡുകൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ വരച്ച ഏറ്റവും വലിയ ലൈൻ ആ റെഡിൽ കാണുന്ന ഇതാണ് അപ്പോൾ ലോങ് ടൈം ട്രെൻഡ്. അതായത് ഒരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ അതായത് ഓവറോൾ മാർക്കറ്റിൻ്റെ ബയാസാണ്, അതായത് മാർക്കറ്റിലെ മൊത്തത്തിൻ്റെ ബയാസാണ്, അതായത് ബുള്ളിഷ്. പിന്നെ അടുത്തൊരു തരം ട്രെൻഡാണ് ഇതിനകത്തുള്ള, ഇതിൻ്റെ കറക്ഷൻസ് ആയിരിക്കും അടുത്ത
സെക്കൻഡറി ട്രെൻഡ് അല്ലെങ്കിൽ മൈനറി ട്രെൻഡ്. അതായത് ഈ നീല ലൈനുകളിലാണ് വരയ്ക്കുന്നില്ലേ, ഇതാണ് സെക്കൻഡറി ട്രെൻഡ്. അതായത് ലോങ് ടൈം ട്രെൻഡ് എന്തായാലും മുകളിലോട്ടാണ്, അതിനുള്ള കറക്റ്റീവ് മൂവ്മെൻറ്റ്സ് ആണ് സെക്കൻഡറി മൂവ്മെൻറ്റ്. അതായത് നമ്മളെ ലോങ് ടൈം ട്രെൻഡിലായിരിക്കും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു മാസമോ 2 മാസമോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളോ നീണ്ടു നിൽക്കുന്നതാണ് സെക്കൻഡറി നീക്കങ്ങൾ. അപ്പം അതാണ് രണ്ടാമത്തെ ട്രെൻഡ്. ഇനി അടുത്തൊരു ട്രെൻഡുണ്ട്, ഷോർട്ട് ടൈം ട്രെൻഡ്. അത് ചിലപ്പം ആഴ്ചകളോ 1-2 മാസങ്ങളോ വരെ അത് നീണ്ടു നിൽക്കാം, ചിലപ്പോൾ 1 മാസമോ. അത് ആണ് അടുത്ത ട്രെൻഡ്. അതിനകത്താണ് കൂടുതലും പാറ്റേൺസും ബ്രേക്ക് ഔട്ട്സ് മറ്റ് നീക്കങ്ങളൊക്കെയാണ് അതിനകത്ത് നടക്കുന്നത്. ഈ സെക്കൻഡറി ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് വലിയ നീക്കങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിനും താഴെയുള്ള നീക്കങ്ങളാണ് ആഴ്ചകൾ അല്ലെങ്കിൽ 1-4 ആഴ്ച 5 ആഴ്ച ചെറിയ ഫ്ലാഗ്, ബുള്ളിഷ് ഫ്ലാഗ്, പെന്നൻസ്, ഇതുപോലത്തുള്ള ഫ്ലാഗ് പാറ്റേൺസ് ഒക്കെ ഷോർട്ട് ടൈം ട്രെൻഡിനകത്താണ് കാണാനുള്ളത്. അപ്പോൾ അതായത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, സെക്കൻഡറി ട്രെൻഡിനകത്ത് കണ്ടോ കുറേ പാറ്റേണുകൾ അതിൻ്റെ ഇടയ്ക്കുണ്ട്. അപ്പം ഷോർട്ട് ടൈം ട്രെൻഡിനകത്താണ് മെയിനായിട്ട് പാറ്റേണുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡറി ട്രെൻഡിനകത്തും പാറ്റേണുകളുണ്ട്. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പാറ്റേണുകൾ നമ്മൾ നേരത്തെ റീഡ് ചെയ്തതാണ്. 3 മാസം 4 മാസം നീണ്ടു നിൽക്കുന്ന ട്രയാങ്കിൾ പോലത്തെ കൺസോൾട്ടേഷൻ പാറ്റേണുകൾ. ഇതിനകത്ത് പെന്നൻറ്റ്, ഫ്ലാഗ് അങ്ങനത്തെയാണ്. അതായത് ബ്രേക്ക് ഔട്ട് സാധ്യതയുള്ള പാറ്റേണുകൾ ഡയറക്ഷനിലോട്ട്, ഒരു താഴോട്ടുള്ള ഡയറക്ഷൻ ആണെങ്കിലും മുകളിലോട്ടുള്ള ഡയറക്ഷൻ ആണെങ്കിലും കൺസോൾട്ടേഷൻ ആണെങ്കിലും അത് മെയിനായിട്ട് കാണാം. അപ്പം മൊത്തം 4 ട്രെൻഡുകളാണുള്ളത്. 1 ലോങ് ടൈം ട്രെൻഡ്, 2 സെക്കൻഡറി ട്രെൻഡ്, 3 ടൈം ട്രെൻഡ്, അടുത്ത ട്രെൻഡ്. അതും കഴിഞ്ഞ് ഇൻട്രാഡേ ട്രെൻഡ്, അതിനും താഴെയുള്ള ട്രെൻഡ്. അതായത് ആഴ്ചക്ക് താഴെ ദിവസത്തിന് ദിവസം നീണ്ട നീക്കങ്ങളാണ്. അതിനും താഴെയാണ് സ്കാൽപ്പിംഗ് ട്രെൻഡുകൾ വരുന്നത്. മൊത്തം 4 തരം ട്രെൻഡുകളാണുള്ളത്. ആ ചുമന്ന ലൈനിൽ കാണിച്ചിരിക്കുന്നതാണ് ലോങ് ടൈം ട്രെൻഡ്, നീല ലൈനാണ് സെക്കൻഡറി ട്രെൻഡ്, വെള്ള ലൈനാണ് ഷോർട്ട് ടൈം ട്രെൻഡ് അല്ലെങ്കിൽ മൈനറി ട്രെൻഡ്. അതിനും താഴെയുള്ള മഞ്ഞ ലൈനുകളിൽ കാണുന്നതാണ് ഇൻട്രാഡേ ട്രെൻഡ്. അപ്പം മൊത്തം 4 ട്രെൻഡുകൾ ഇങ്ങനെയാണ് നമുക്ക് കണ്ടോ. ഒരു ട്രെൻഡിനകത്ത് 4 തരം ട്രെൻഡുകളുണ്ട്. മൊത്തം 4 തരം ട്രെൻഡുകളാണുള്ളത്. ഓവറോൾ മാർക്കറ്റിൻ്റെ അതായത് ലോങ് ടൈം ട്രെൻഡ്, അതായത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ട്രെൻഡാണ് ലോങ് ടൈം ട്രെൻഡ്. അത് പോയിട്ട് അതിൻ്റെ കറക്റ്റീവ് നീക്കങ്ങളാണ് സെക്കൻഡറി ട്രെൻഡ്, അതല്ലെങ്കിൽ മിഡ് ടൈം ട്രെൻഡ്. അതായത് ലോങ് ടൈം ട്രെൻഡിൻ്റെ കറക്റ്റീവ് മൂവ്മെൻറ്റ്സ് ആണ്. അതിനകത്ത് വലിയ പാറ്റേണുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അതിനകത്താണ് നീക്കങ്ങളും. അപ്പോൾ അതാണ് മിഡ് ടൈം ട്രെൻഡ്. ആ മിഡ് ടൈം ട്രെൻഡിനകത്തുള്ള ഇമ്പൾസീവ് മൂവും പുൾ ബാക്കുകളും കറക്റ്റീവ് മൂവ്മെൻറ്റ്സുമാണ് ഷോർട്ട് ടൈം ട്രെൻഡ്. അത് ആഴ്ചകളും ചില മാസങ്ങൾ വരെയൊക്കെ നിൽക്കാം, ചിലപ്പോൾ 1 മാസം 2 മാസം വരെയൊക്കെ നീണ്ടു നിൽക്കാം. അതിനകത്താണ് പെന്നൻസ് പോലത്തെ പാറ്റേണുകൾ കാണുന്നത്. അതിനും അകത്തുള്ള നീക്കമാണ്. അതായത് ഷോർട്ട് ടൈം ട്രെൻഡിൻ്റെ കറക്റ്റീവ് മൂവ്മെൻറ്റ്സും ഇമ്പൾസീവ് മൂവ്മെൻറ്റ്സും ഒക്കെയാണ് ഇൻട്രാഡേ ട്രെൻഡ്. ഈ 4 ട്രെൻഡുകളിലാണ് വ്യത്യസ്ത തരം ട്രേഡിങ്ങുകൾ നടക്കുന്നത്. ഒന്ന് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, പൊസിഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡിങ്. അതായത് ഓപ്ഷനിലാണെങ്കിലും സ്റ്റോക്കിലാണെങ്കിലും. ഓപ്ഷനിലാണെങ്കിൽ നമുക്ക് കോൺട്രാക്റ്റുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ഈ നീക്കങ്ങൾ മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ നമുക്കിതിനകത്ത് ഏത് രീതിയിൽ വേണമെങ്കിലും ട്രേഡ് ചെയ്യാം. അത് ഓരോരുത്തരെ പേഴ്സണൽ ചോയ്സാണ്. അപ്പം 4 തരം ട്രെൻഡാണ് ഒരു ട്രെൻഡിനകത്തുള്ള ട്രെൻഡുകൾ. ഇത് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് 4 തരം ട്രെൻഡുകൾ. 1 ലോങ് ടൈം ട്രെൻഡ് അല്ലെങ്കിൽ പ്രൈമറി ട്രെൻഡ്. ഒരു അസറ്റിന്റെ പ്രധാന നീക്കമാണ് പ്രൈമറി ട്രെൻഡ്. മേജറായിട്ട് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അസറ്റിന്റെ മൊത്തത്തിലുള്ള വികാരത്തെയും മേജറായിട്ടുള്ള എക്കണോമിക് ഫാക്ടേഴ്സുമാണ് ഈ നീക്കത്തിന് കാരണം. ഇത് നമുക്ക് ഏത് ടൈം ഫ്രെയിമിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടെത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ചാർട്ട് അല്ലെങ്കിൽ വീക്ക്ലി ചാർട്ട് അല്ലെങ്കിൽ മന്ത്ലി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലോങ് ടേം ട്രെൻഡ് മനസ്സിലാക്കാം. ഇതിൻ്റെ ഡ്യൂറേഷൻ, ലോങ് ടൈം ട്രെൻഡ് ചിലപ്പം മാസങ്ങളോ അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 2-3 വർഷങ്ങൾ വരെ നീണ്ടു നിൽക്കാം. അതാണ് ലോങ് ടൈം ട്രെൻഡ്. ഈ ലോങ് ടൈം ട്രെൻഡിന്റെ പ്രധാന സവിശേഷത 1, ഒരു അപ് ട്രെൻഡിലാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നീങ്ങും. മറിച്ച് ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ലോവർ ഹൈസും ലോവർ ലോസും ക്രിയേറ്റ് ചെയ്ത് നീങ്ങും. 1. 2, മൈനർ ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കാനുള്ള കാരണം ചെറിയ ന്യൂസുകളോ ചെറിയ ഇവന്റുകളോ ഉണ്ടാക്കുക ആണെങ്കിലും മേജർ ആയിട്ടുള്ള ട്രെൻഡിനെ അധികം ബാധിക്കില്ല. അതായത് ലോങ് ടേം ട്രെൻഡിനെ ബാധിക്കില്ല. അതായത് കറക്ഷൻസ് ഉണ്ടാക്കണമെങ്കിലും ആ ദിശയിലോട്ട് തന്നെയായിരിക്കും അത് നീങ്ങുന്നത്. 3, ഇതിനെ മെയിൻ ആയിട്ട് ബാധിക്കുന്നത് ഫണ്ടമെന്റലി ഉള്ള മാറ്റങ്ങളാണ് ഈ മേജർ ആയിട്ടുള്ള ട്രെൻഡിനെ ബാധിക്കുന്നത്. അതായത് കമ്പനി പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ, പിന്നെ മൊത്തത്തിൽ എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഇവന്റ്സ്, ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ആണ് ഈ ലോങ് ടേം ട്രെൻഡിനെ ബാധിക്കുന്നത്. ഈ ട്രെൻഡ് കൂടുതൽ ഉപയോഗിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ആണ്. അതായത് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ആണ് ഈ ട്രെൻഡ് ഉപയോഗിച്ച് ഇൻവെസ്റ്റ്മെന്റ്
നടത്തുന്നത്. അപ്പോൾ ഈ ട്രെൻഡിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഫണ്ടമെന്റൽസ് കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഫണ്ടമെന്റൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലോങ് ടൈം ട്രെൻഡിനെ പഠിച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിനൊപ്പം നമ്മൾ ഫണ്ടമെന്റലൂടെ നോക്കണം. ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ്, കമ്പനിയുടെ പ്രവർത്തന രീതി. അപ്പോൾ മൊത്തത്തിലുള്ള ഒരു സ്റ്റഡി കൂടെ നടത്തിയിട്ട് ഈ ലോങ് ടൈമിലോട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താവൂ. മിഡ് ടൈം ട്രെൻഡ് അല്ലെങ്കിൽ സെക്കൻഡറി ട്രെൻഡ്, അതായത് ലോങ് ടൈം ട്രെൻഡിന്റെ അകത്തായിരിക്കും ഈ മിഡ് ടൈം ട്രെൻഡുകൾ ഉണ്ടാക്കുന്നത്. അതായത് ലോങ് ടൈം ട്രെൻഡിന്റെ കറക്ഷൻ അല്ലെങ്കിൽ പുൾ ബാക്കുകളാണ് സെക്കൻഡറി ട്രെൻഡ്. അതായത് ഈ കറക്ഷൻ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ ട്രെൻഡ് തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യും. ഇത് നമുക്ക് കാണണമെങ്കിൽ 4 hours ചാർട്ടിലോ ഡെയിലി ചാർട്ടിലോ നമുക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്കൻഡറി ട്രെൻഡുകൾ നന്നായിട്ട് നമുക്ക് വിഷ്വലി മനസ്സിലാക്കാൻ സാധിക്കും. ഈ ട്രെൻഡിന്റെ ഡ്യൂറേഷൻ ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ വരെ നീണ്ടു നിൽക്കാം. മിഡ് ടൈം ട്രെൻഡിന്റെ പ്രധാന സവിശേഷതകളാണ്: 1, ലോങ് ടൈം ട്രെൻഡിന് എഗൈൻസ്റ്റ് ആയിട്ടായിരിക്കും മിഡ് ടൈം ട്രെൻഡുകൾ രൂപപ്പെടുന്നത്. 2, ലോങ് ടൈം ട്രെൻഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലെസ് ഡ്യൂറേഷനും ലെസ് സ്ട്രെങ്തും ഉള്ളതാണ് മിഡ് ടൈം ട്രെൻഡ്സ്, അതായത് മൊമെന്റം കുറവായിരിക്കും. 3, പ്രധാനമായിട്ടും സിമ്പിൾ റീട്രേസ്മെന്റ് പാറ്റേൺസ് രൂപപ്പെടുന്നത് ഈ മിഡ് ടൈം ട്രെൻഡിനകത്തായിരിക്കും. അതായത് ഫ്ലാഗ്, പെന്നറ്റ്സ് പോലത്തുള്ള പാറ്റേൺസ് ഈ മിഡ് ടൈം ട്രെൻഡിനകത്താണ് രൂപപ്പെടുന്നത്. പ്രധാനമായും നമുക്ക് പൊസിഷണൽ ഇൻവെസ്റ്റ്മെന്റ്, ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് ഒക്കെ നടക്കുന്നത് ഇതിനകത്താണ്. അപ്പോൾ ഒരു പാറ്റേൺ രൂപപ്പെട്ടു, അത് ആ പാറ്റേൺ ബ്രേക്ക് ആവുന്ന സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താം. അപ്പോൾ അതാണ് മിഡ് ടൈം ട്രെൻഡ്. അപ്പോൾ ഇനി ബാക്കിയുള്ളതാണ് 2 തരം ട്രെൻഡുകളാണ്, അതായത് ഷോർട്ട് ടൈം ട്രെൻഡും ഇൻട്രാഡേ ട്രെൻഡും. ഇതിനകത്ത് ഷോർട്ട് ടൈം നീക്കത്തിനകത്തുള്ളത്, ഷോർട്ട് ടൈമിനകത്ത് ഒരു 2-3 ദിവസം നീങ്ങുന്ന നീക്കങ്ങളാണ് സ്വിംഗ് റാലികൾ. അതിനും താഴെയുള്ളതാണ് ഇൻട്രാഡേ ട്രെൻഡ്, അതായത് ഒരു ദിവസത്തിനകത്തുള്ള നീക്കങ്ങൾ, ചെറിയ നീക്കങ്ങളാണ്. അതായത് ഡേ ബൈ ഡേ ഉള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ ഇടവിട്ടുള്ള നീക്കങ്ങൾ. പിന്നെ അതിന് താഴെയുള്ള നീക്കങ്ങൾ അത് സ്കാൽപ്പിംഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഡേ ബൈ ഡേ നീക്കം അല്ലെങ്കിൽ മണിക്കൂർ നീണ്ട നീക്കങ്ങൾ, ആ നീക്കങ്ങളാണ്. അപ്പോൾ അത് നോക്കേണ്ട ടൈം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് അവർലി ചാർട്ട് അല്ലെങ്കിൽ മണിക്കൂറുകളുടെ ചാർട്ട് അല്ലെങ്കിൽ 15 മിനിറ്റ് ചാർട്ട്, 5 മിനിറ്റ് ചാർട്ട്, ഈ ചാർട്ട് വെച്ച് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ട്രെൻഡുകൾ ഐഡന്റിഫൈ ചെയ്യാം. ഷോർട്ട് ടൈം ട്രെൻഡിന്റെ പ്രധാന സ്വഭാവങ്ങൾ: 1, ചെറിയ ന്യൂസ്, ചെറിയ ഇവന്റ്സ്, ഇതിനൊക്കെ ബാധിക്കുന്നത് ഈ ഷോർട്ട് ടൈം ട്രെൻഡുകളെയാണ് മെയിൻ ആയിട്ട് ബാധിക്കുന്നത്. 1. അടുത്ത് 2, മിഡ് ടൈം ട്രെൻഡിന്റെ കൗണ്ടർ ട്രെൻഡ് ആയിട്ടായിരിക്കും ഷോർട്ട് ടൈം ട്രെൻഡുകൾ രൂപപ്പെടുന്നത്. ഇൻട്രാഡേ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര നോയ്സി ആയിരിക്കും, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത മൂവ്മെന്റ്സ് അതിനകത്ത് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഡ്യൂറേഷൻ ആണ്, റാൻഡം ആയിട്ടായിരിക്കും സംഭവിക്കുന്നത്. അതായത് ഇന്നൊരു പച്ച ക്യാൻഡിൽ ഉണ്ടാക്കി ചിലപ്പം പ്രൈസ് മുകളിലോട്ടായിരിക്കും, പക്ഷെ നാളെ തിരിച്ചൊരു ക്യാൻഡിൽ ഉണ്ടാക്കാം. അപ്പോൾ അത്രയും നോയ്സി ആണ് ഇൻട്രാഡേ ട്രേഡിംഗ്. മേജറായിട്ട് ഈ ട്രെൻഡ് ഉപയോഗിക്കുന്നത് ഇൻട്രാഡേ ട്രേഡേഴ്സ് ആണ്. അതായത് അവരെ എൻട്രി എക്സിറ്റുകളും സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ ഈ ടൈം ഫ്രെയിമിനകത്തായിരിക്കും കൂടുതലും. അതായത് മാർക്കറ്റിലെ ചെറിയ മൂവ്സിൽ നിന്ന് പണം സമ്പാദിക്കുന്ന രീതിയാണ് ഇൻട്രാഡേ ട്രെൻഡുകൾ. പക്ഷേ അവസരങ്ങൾ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഫ്ലക്സുവേഷൻ കൂടുതൽ ഉണ്ടാവുന്നത് ചെറിയ നീക്കങ്ങൾക്കിടയിലായിരിക്കും. അതേപോലെ തന്നെ അപകട സാധ്യതകളും കൂടുതലാണ്. അതായത് റാൻഡം ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഇതിനകത്ത് ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ചെറിയ ഓർഡർ ഫ്ലോ ഒക്കെ ഇതിനെ അഫക്ട് ചെയ്യും. അപ്പോൾ അതാണ് ഇൻട്രാഡേ ട്രെൻഡ്. ഇനി അതിനും താഴെ വരുന്ന ഒരു ട്രെൻഡാണ് സ്കാൽപ്പിംഗ് ട്രെൻഡ്. അതായത് ചെറിയ മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ് അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഈ സ്കാൽപ്പേഴ്സ് ക്യാച്ച് ചെയ്യുന്നത്. ഹാർമണി, നമ്മൾ നോക്കിയ ഈ 3 ട്രെൻഡുകളും ഒരേ ദിശയിൽ വരുന്ന, അതായത് ലോങ് ടൈം ട്രെൻഡ്, മിഡ് ടൈം ട്രെൻഡ്, ഷോർട്ട് ടൈം ട്രെൻഡ്, 3ഉം ഒരേ ദിശയിലോട്ട് വരുന്നതാണ് ഹാർമണി. ഇതിനകത്തുള്ള കോൺഫ്ലിക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ടൈം ട്രെൻഡിനകത്ത് ഒരു പുൾ ബാക്ക്, ഒരു മിഡ് ടൈം പുൾ ബാക്ക്, അതിനകത്ത് ഒരു ഷോർട്ട് ടൈം റാലി, 3ഉം ഡിഫറെന്റ് ഡയറക്ഷൻ ആകുമ്പോൾ അതാണ് ഒരു കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് എന്താണ്, ഹാർമണി എന്താണ് എന്ന് നമ്മൾ നോക്കി. നമുക്ക് ട്രെൻഡ് അലൈൻമെന്റ്, അതായത് ഹൈജസ്റ്റ് പ്രോബബിലിറ്റി, അതായത് ഒന്നുകിൽ 2 ട്രെൻഡ് ഒരേ സമയത്ത് ഒരേ ദിശയിൽ ഉണ്ടാക്കുന്ന ഹൈ പ്രോബബിലിറ്റി ആണ്. ഐഡിയലി 3ഉം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹൈ പ്രോബബിലിറ്റി ആണ്. അപ്പോൾ അതാണ് ട്രെൻഡ് അലൈൻമെന്റ്. അതായത് ഒരു ലോങ് ടൈം പുൾ ബാക്ക് അത് തീരുമ്പോൾ ഒരു ഷോർട്ട് ടൈം എൻട്രി നമുക്ക് കിട്ടുന്നു. അപ്പോൾ അതാണ് ഹയർ പ്രോബബിലിറ്റി സെറ്റപ്പ്, അതിന് ട്രെൻഡ് അലൈൻമെന്റ് എന്ന് പറയും. അപ്പോൾ ഹയർ സെറ്റപ്പ് എന്താണെന്ന് നമ്മൾ നോക്കി, ട്രെൻഡ് അലൈൻമെന്റ്. ഇനി നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, ഇപ്പൊ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് എങ്ങനെയാണ് അനലൈസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സ്റ്റാർട്ട് വിത്ത് ബിഗ് പിക്ചർ, അതായത് ലോങ് ടൈം ട്രെൻഡ്, അതാണ് നമുക്ക് ബിഗ് പിക്ചർ തരുന്നത്. അതായത് ഓവറോൾ മാർക്കറ്റ് ബയാസ്, മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ കണ്ടീഷൻ ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ, അത് ലോങ് ടൈം ട്രെൻഡ് ആണ് തരുന്നത്. അപ്പോൾ ബിഗ് പിക്ചർ കിട്ടി. 1. 2, മിഡ് ടൈം ട്രെൻഡിനകത്ത് പുൾ ബാക്ക് ആണോ കറക്ഷൻ ആണോ, ഏത് പാറ്റേൺ ആണ്, ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ് എന്ന് അനലൈസ് ചെയ്യുന്നതാണ് 2ാമത്തെ ട്രെൻഡിനകത്ത്. അപ്പം 2 ടൈം ഫ്രെയിമുകളിൽ അനലൈസിങ് ആയി. ഫൈനലി ഷോർട്ട് ടൈം ട്രെൻഡ്, അതായത് നമ്മൾ എൻട്രി എക്സിറ്റിന് ഉപയോഗിക്കുന്നത് ചെറിയ സ്വിംഗ് ട്രേഡിംഗ്, ഇത്തരത്തിലുള്ള നീക്കങ്ങൾ. അപ്പോൾ അവിടെ നമുക്ക് എൻട്രി എക്സിറ്റ് അവിടെ നമുക്ക് പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഏതെങ്കിലും ടൈം ഫ്രെയിമുകളിൽ. അതായത് നമ്മൾ ഈ ഏറ്റവും താഴെ വരുമ്പോൾ അതിനകത്ത് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ്, എൻട്രി എക്സിറ്റ് സ്ട്രാറ്റജികളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന അതിനകത്താണ്. അപ്പോൾ നമ്മൾ 3 ടൈം ഫ്രെയിമുകളിൽ അനലൈസ് ചെയ്യുന്ന ബിഗ് പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം
മാർക്കറ്റിന്റെ ഓവറോൾ വ്യൂ ആണ്. സെക്കൻഡിൽ പാറ്റേൺസ് നമ്മൾ ഐഡന്റിഫൈ, അപ്പോൾ ആ പാറ്റേണിൽ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതെപ്പോൾ ബ്രേക്ക് ഔട്ട് ഉണ്ടാക്കും, അടുത്ത നീക്കങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാൻഡിൽ പാറ്റേൺ, വോളിയം, മറ്റു കാര്യങ്ങൾ വെച്ച് നമുക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് എൻട്രി സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അതാണ് ടോപ്പ് ഡൗൺ അനാലിസിസ്. മിനിമം നമ്മൾ ഒരു ചാർട്ട് റീഡ് ചെയ്യുമ്പോൾ 3 ടൈം ഫ്രെയിമിലെങ്കിലും നന്നായിട്ട് ചാർട്ട് അനലൈസ് ചെയ്യണം. നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിൽ ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണവരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ നിങ്ങൾക്ക് 15 മിനിറ്റ് ചാർട്ട് വെച്ചിട്ട് ചെറിയ നീക്കങ്ങൾ മൂവ് ചെയ്ത് ഇൻട്രാഡേ ട്രേഡ് നടത്തുന്നവരുണ്ടാവാം, അതിന് താഴെ സ്കാൽപ്പിംഗ് ചെയ്യുന്നവരുണ്ടാവാം, സിങ് ട്രേഡ് ചെയ്യുന്നുണ്ടാവാം. അപ്പം ഏത് തന്നെ ആണെങ്കിലും 3 ടൈം ഫ്രെയിമിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹയർ സെറ്റപ്പിലുള്ള ഹയർ പ്രോബിലിറ്റി ഉള്ള ട്രേഡുകൾ എടുക്കാനും എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കും. നമ്മൾ ഓപ്ഷൻ ട്രേഡിങ്ങിലെ ടെക്നിക്കൽ അനാലിസിസിനകത്തുള്ള കോറായിട്ടുള്ള പ്രൈസ് ആക്ഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. കോറായിട്ടുള്ള കാതലായിട്ടുള്ള വാല്യൂസും, എന്താണ് പ്രൈസ് ആക്ഷൻ, എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ്, സ്കാൽപ്പിംഗ് എന്താണ്, ഇൻവെസ്റ്റിംഗ് എന്താണ്, ഫണ്ടമെന്റൽസ് എങ്ങനെയാണ് നോക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. ഇത് ടെക്നിക്കൽ, അതായത് ഇത് ഓപ്ഷൻ ട്രേഡിങ്ങിൽ ടെക്നിക്കൽ സൈഡ്, അതായത് അസറ്റിന്റെ നീക്കം, പ്രൈസ് ആക്ഷൻ, അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണിത്. പോയിട്ട് ഓപ്ഷന്റെ ഫണ്ടമെന്റൽസ് റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. 1 by 1 ആയിട്ട് ഒരു മാർക്കറ്റിനകത്ത് നിന്ന് എങ്ങനെയാണ് പണം സമ്പാദിക്കുന്നത്, ട്രേഡേഴ്സ് എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ സൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അടുത്ത് ഇത് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത് ഡൗ തിയറി, ബിഗ് ഓഫ് മാർക്കറ്റ് സൈക്കിൾസ്, ഹൗ ടു ഐഡന്റിഫൈ പ്രൈസ് ആക്ഷൻ പാറ്റേൺസ്, ഓർഡർ ബുക്ക്, ഓർഡർ ഫ്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ആക്ഷനെ കുറിച്ചുള്ള നല്ല ധാരണ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.